So once again, welcome back to virtual teaching. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡയമെൻഷൻസ് ആൻഡ് മെത്തഡോളജി ഓഫ് ബിസിനസ് സ്റ്റഡീസ് എന്ന സബ്ജക്റ്റിലെ ഫസ്റ്റ് മൊഡ്യൂളാണ് ബിസിനസ് ആൻഡ് എൻവയോൺമെൻറ്റ്. സോ ഫസ്റ്റ് നമ്മൾ ഈ മോഡ്യൂൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ബിസിനസ്സിൻ്റെ ഡെഫിനിഷൻ എന്നാണ്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് 3 ഡെഫിനിഷൻസാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും സിമ്പിളും അതുപോലെ തന്നെ നമുക്ക് ആൻസർ പേപ്പറിൽ ഇരിക്കാൻ 2 മാർക്സ് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു ഡെഫിനിഷനാണ് ഫസ്റ്റ് വണ്ണ്. So the business is the regular production or purchase and sale of goods undertaken with an objective of earning profit and acquiring wealth through the satisfaction of human wants. അപ്പോൾ ബിസിനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ റെഗുലർ പ്രൊഡക്ഷൻ ഉണ്ടാവും. പ്രൊഡക്ഷൻ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, അവിടെ അവർ പർച്ചേസ് ചെയ്യും. എന്നിട്ട് ആ ഗുഡ്സ് അവർ സെയിൽ ചെയ്തിട്ട് എന്തിനാണ് വിൽക്കുന്നത് ഈ ഗുഡ്സ്? വിത്ത് ഒബ്ജക്റ്റീവ് ഓഫ് ഏർണിംഗ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് അവർ ആ ഒരു ഗുഡ്സ് സെയിൽ ചെയ്യുക. ആൻഡ് അക്വയറിംഗ് വെൽത്ത് ത്രൂ ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ഹ്യൂമൻ വാണ്ട്സ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അവർ വെൽത്ത് ഏൺ ചെയ്യാണ് ത്രൂ ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ഹ്യൂമൻ വാണ്ട്സ്. ഹ്യൂമൻ വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്തിട്ടാണ് അവരവിടെ വെൽത്ത് ഏൺ ചെയ്യണം. അപ്പോൾ ഇതാണ് ബിസിനസ്സിൻ്റെ ഡെഫിനിഷൻ. ഈ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് എന്തെല്ലാമാണ് ഒരു ബിസിനസ്സിൻ്റെ നേച്ചർ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് എൻ്റെ ക്യാരക്ടേഴ്സ് നോക്കാം. So first point ആണ് business is an economic process of exchange of goods and services for the purpose of earning money. അപ്പോൾ ബിസിനസ് എന്ന് പറയുന്നത് ഒരു എക്കണോമിക് പ്രോസസ്സാണ്. അവിടെ ഗുഡ്സും സർവീസും എക്സ്ചേഞ്ച് ചെയ്തിട്ട് എന്ത് ഏൺ ചെയ്യുന്നു? മണി ഏൺ ചെയ്യുന്നു. അങ്ങനെ ബിസിനസ് ഒരു എക്കണോമിക് പ്രോസസ്സാണ്. ഇനി സെക്കൻഡ് പോയിന്റ് ആണ് ദ പ്രോസസ് ഓഫ് ബിസിനസ് ഇൻക്ലൂഡ് പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ് ആൻഡ് സർവീസ്. ബിസിനസ്സിൻ്റെ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ അവിടെ ഏതൊക്കെ ഇൻക്ലൂഡ് ആവുന്നുണ്ട്? പ്രൊഡക്ഷൻ ഉണ്ടാവും, അതേപോലെ തന്നെ മാർക്കറ്റിംഗ് ഉണ്ടാവും, അതേപോലെ തന്നെ സർവീസും ഉണ്ടാവും. ഇനി തേർഡ് പോയിന്റ് ആണ് ഏർണിംഗ് ഓഫ് പ്രോഫിറ്റ് ഈസ് ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഒബ്ജക്റ്റീവ് ഓഫ് ബിസിനസ്. ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ബിസിനസ് നടത്തുന്നത് എന്തിനു വേണ്ടിയാണ്? പ്രോഫിറ്റ് ഏൺ ചെയ്യുക. അതാണ് അവരുടെ മെയിൻ മോട്ടീവ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നാലാമത്തത് ബിസിനസ് ക്രിയേറ്റ് യൂട്ടിലിറ്റീസ്. എപ്പോഴും ബിസിനസ് യൂട്ടിലിറ്റീസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അഞ്ചാമത്തത് ദ പ്രോസസ് ഓഫ് ബിസിനസ് കൺസിസ്റ്റ് ഓഫ് റിസ്ക് ആൻഡ് അൺസർട്ടി. എപ്പോഴും ബിസിനസ് മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഏത് സ്റ്റേജിലാണ് നമുക്ക് റിസ്ക്കും അതേപോലെ തന്നെ അൺസർട്ടീസും ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. 6th പോയിന്റ് ആണ് ബിസിനസ് ഈസ് റെസ്പോൺസിബിൾ ടുവേർഡ്സ് ദ സൊസൈറ്റി ആൻഡ് ഹാസ് ടു ഫുൾഫിൽ ദ ഇൻട്രസ്റ്റ് ഓഫ് ഇറ്റ്സ് ഡിഫറെൻറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ബിസിനസ് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ സൊസൈറ്റിയോട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാരാണ് ബിസിനസ് എന്ന് പറയുന്നത്, നടത്തുന്ന ആൾക്കാർ. അതുകൊണ്ട് തന്നെ നമ്മുടെ സൊസൈറ്റി എന്ന് പറയുമ്പോൾ അവിടെ കസ്റ്റമേഴ്സ് മാത്രമല്ല, കസ്റ്റമേഴ്സ് ഉണ്ടാവും, ഗവൺമെൻറ് ഉണ്ടാവും, അങ്ങനെ പല പല ടൈപ്പ് ഓഫ് ആൾക്കാരും ആ ഒരു സൊസൈറ്റി എന്ന് പറയുമ്പോൾ ഉണ്ട്. അപ്പോൾ ഓരോ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും അവരുടെ ഇൻട്രസ്റ്റ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി ബിസിനസ്സിന് സാധിക്കണം. ഇതെല്ലാമാണ് നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ്. ഇനി ഒബ്ജക്റ്റീവ്സ് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ മെയിനായിട്ട് 5 ഒബ്ജക്റ്റീവ്സ് ആണ് ബിസിനസ്സിലുള്ളത്. ഒന്നാമത്തത് എക്കണോമിക് ഒബ്ജക്റ്റീവ്, രണ്ടാമത്തത് സോഷ്യൽ ഒബ്ജക്റ്റീവ്, മൂന്നാമത്തത് ഹ്യൂമൻ ഒബ്ജക്റ്റീവ്, നാലാമത്തത് നാഷണൽ ഒബ്ജക്റ്റീവ് ആൻഡ് 5th വണ്ണാണ് ഗ്ലോബൽ ഒബ്ജക്റ്റീവ്. ഇതിൽ ഫസ്റ്റ് വണ്ണാണ് എക്കണോമിക് ഒബ്ജക്റ്റീവ്. അപ്പോൾ എന്താണ് എക്കണോമിക് ഒബ്ജക്റ്റീവ് നോക്കാം. Economic objectives stand for generating profit by way of attracting customers, introducing new products and services, reducing wastage and running the business in a cost-effective manner. എക്കണോമിക് ഒബ്ജക്റ്റീവ് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്ത് മാക്സിമം പ്രോഫിറ്റ് ഗെയിൻ ചെയ്യുക, അതേപോലെ തന്നെ നമ്മുടെ പുതിയ പ്രൊഡക്ട്സും അതേപോലെ തന്നെ പുതിയ സർവീസുകളും മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ബിസിനസ് റൺ ചെയ്യുമ്പോൾ അവിടെ വേസ്റ്റേജ് ഒഴിവാക്കുകയും ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് മാനർ തന്നെ ബിസിനസ് മുന്നോട്ട് റൺ ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ഇതെല്ലാമാണ് എക്കണോമിക് ഒബ്ജക്റ്റീവിൽ വരുന്നത്. ഇനി സെക്കൻഡ് വണ്ണാണ് സോഷ്യൽ ഒബ്ജക്റ്റീവ്. ദ പ്ലാറ്റ്ഫോം ഓഫ് ബിസിനസ് ഈസ് ദ സൊസൈറ്റി ആൻഡ് ഇറ്റ്സ് ആക്ടിവിറ്റീസ് ആർ ഡിസൈൻഡ് ടു അഡ്രസ് ദ നീഡ്സ് ഓഫ് ദ സൊസൈറ്റി. എപ്പോഴും ബിസിനസ്സിൻ്റെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് സൊസൈറ്റിയാണ്. അതേപോലെ തന്നെ സൊസൈറ്റിയുടെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യുക, അങ്ങനെ രീതിയിലേക്ക് എപ്പോഴും ബിസിനസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ദ സ്കേഴ്സ് റിസോഴ്സസ് ഓഫ് സൊസൈറ്റി ആർ എംപ്ലോയ്ഡ് ബൈ ബിസിനസ് ഫോർ ദ വെൽ ബീയിങ് ഓഫ് ദ പീപ്പിൾ. അപ്പോൾ നമ്മുടെ സൊസൈറ്റിയിലുള്ള സ്കേഴ്സ് റിസോഴ്സ് എല്ലാത്തിനെയും ബിസിനസ് എന്തിനു ഉപയോഗിക്കുന്നു? നമ്മുടെ ആ സൊസൈറ്റിയിൽ ജീവിക്കുന്ന എല്ലാ ആൾക്കാരുടെയും വെൽ ബീയിങ് അല്ലെങ്കിൽ നല്ല രീതിയിൽ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി അത് യൂസ് ചെയ്യുന്നു. എ ബിസിനസ് കനോട്ട് സർവൈവ് ലോങ് ഇഫ് ഇറ്റ്സ് ഓപ്പറേഷൻ ആർ എഗെയിൻസ്റ്റ് ദ ഇൻട്രസ്റ്റ് സൊസൈറ്റി. ഒരിക്കലും ബിസിനസ്സിന് കുറേ നാൾ റൺ ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ അവർ വർക്ക് ചെയ്യുന്നത് സൊസൈറ്റി ഇൻട്രസ്റ്റിന് എതിരായിട്ടാണ്, സൊസൈറ്റിക്ക് നല്ലത് വരുത്താണ്ട് അവർക്ക് ഇൻട്രസ്റ്റിന് എതിരായിട്ടാണ് ബിസിനസ് റൺ ചെയ്യുന്നെങ്കിൽ കുറേ നാളെ ബിസിനസ് സൊസൈറ്റിയിൽ പിടിച്ചിരിക്കാൻ സാധിക്കില്ല. The production and supply of best quality goods and services, eco-friendly and lawful operation, good customer relationship,
ഫെയർ ട്രേഡ് പ്രാക്ടീസസ് എക്സെട്ര ഷോ ദ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ്. അപ്പോൾ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഗുഡ്സും സർവീസും പ്രൊവൈഡ് ചെയ്യുക, അതേപോലെ വളരെ എക്കോ ഫ്രണ്ട്ലിയും ലോഫുൾ ആയിട്ട് നമ്മൾ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുക, നല്ലൊരു കസ്റ്റമർ റിലേഷൻ കീപ്പ് ചെയ്യുക, ഫെയർ ട്രേഡ് പ്രാക്ടീസസ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇങ്ങനെയൊക്കെയാണ് ബിസിനസ്സിന് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്? സൊസൈറ്റിയുടെ വെൽബീങ് അല്ലെങ്കിൽ സൊസൈറ്റിക്ക് ഏറ്റവും നല്ല രീതിയിൽ പ്രൊഡക്ട്സ് കൊടുക്കാനും ബെസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്ട്സും നല്ല രീതിയിൽ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ലോഫുൾ ഓപ്പറേഷനോടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെയാണ് സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് വരുന്നത്. ഇനി തേർഡ് ഒബ്ജക്റ്റീവാണ് ഹ്യൂമൻ ഒബ്ജക്റ്റീവ്. ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എക്കണോമിക് എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് ഏൺ ചെയ്യുക, അതാണ്. രണ്ടാമത്തത് സോഷ്യൽ ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ സൊസൈറ്റൽ റെസ്പോൺസിബിലിറ്റീസ്. മൂന്നാമത്തെ ഹ്യൂമൻ ഒബ്ജക്റ്റീവ്. ഇവിടെ ഹ്യൂമൻ ഒബ്ജക്റ്റീവ് ഉദ്ദേശിക്കുന്നത് ആ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അവിടുത്തെ വർക്ക് ഫോഴ്സിന് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ആ ഒരു ഒബ്ജക്റ്റീവാണ് ഹ്യൂമൻ ഒബ്ജക്റ്റീവ് വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഹ്യൂമൻ ഒബ്ജക്റ്റീവ് അറ്റംപ്റ്റ് ടു എൻഷുർ സാറ്റിസ്ഫാക്ഷൻ ഓഫ് എംപ്ലോയീസ് ഇൻ ദ ബിസിനസ്. ആ ഒരു ബിസിനസ്സിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ സാറ്റിസ്ഫാക്ഷൻ എൻഷുർ ചെയ്യുക, അതാണ് ഹ്യൂമൻ ഒബ്ജക്റ്റീവിൽ വരുന്നത്. ഇറ്റ് ഇൻക്ലൂഡ് ഫിനാൻഷ്യൽ, ഫിസിക്കൽ ആൻഡ് മെൻ്റൽ വെൽഫെയർ ഓഫ് ദ വർക്ക് ഫോഴ്സ്. ആ ഒരു ബിസിനസ്സിൽ വർക്ക് ചെയ്യുന്ന വർക്ക് ഫോഴ്സിൻ്റെ ഫിസിക്കലായിട്ടുള്ളതും മെൻ്റലായിട്ടുള്ളതും ഫിനാൻഷ്യലായിട്ടുള്ള ആ ഒരു വെൽഫെയറിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. The financial soundness of the employee can be ensured by providing adequate wages, incentives and other allowance to them. അപ്പോൾ നല്ല രീതിയിലുള്ള ഫിനാൻഷ്യൽ സൗണ്ട്നെസ് അല്ലെങ്കിൽ ഫിനാൻഷ്യലായിട്ട് വെൽഫെയർ കൊടുക്കാൻ വേണ്ടി എംപ്ലോയീസ് എന്താ കൊടുക്കണം? നല്ല രീതിയിലുള്ള അവർ വർക്ക് ചെയ്യുന്ന അത്രയുള്ള വേജസ് കൊടുക്കണം, ഇൻസെൻറ്റീവ്സ് കൊടുക്കണം, അതേപോലെ വേറെ എന്തെങ്കിലും അലവൻസ് ഉണ്ടെങ്കിൽ അതും കൂടി കൊടുക്കാം. സേഫ് വർക്ക് എൻവയോൺമെൻറ്റ്, ഗുഡ് ഹ്യൂമൻ റിലേഷൻ, സ്ട്രെങ്തൻ ദ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദ വർക്ക് ഫോഴ്സ്. നല്ല സേഫ് ആയിട്ടുള്ള വർക്ക് എൻവയോൺമെൻറ്റും അതേപോലെ തന്നെ എന്താണ് നല്ല ഗുഡ് ഹ്യൂമൻ റിലേഷനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചാൽ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ഫോഴ്സിൻ്റെ ഫിസിക്കൽ വെൽഫെയറും അതേപോലെ തന്നെ മെൻ്റൽ വെൽഫെയർ അല്ലെങ്കിൽ അവർ രണ്ടുപേരെയും ആ ഒരു ഫിസിക്കലിയും മെൻ്റലിയും ആൾക്കാരെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ആ ഒരു ബിസിനസ്സിന് സാധിക്കും. അപ്പോൾ ഇതാണ് ഹ്യൂമൻ ഒബ്ജക്റ്റീവ് വരുന്നത്. ഇനി നാലാമത്തെയാണ് നാഷണൽ ഒബ്ജക്റ്റീവ്. ബിസിനസ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് എ കൺട്രി. ഒരു രാജ്യത്തിൻ്റെ എക്കണോമിക് ഡെവലപ്മെൻറ്റിൽ ബിസിനസ് നല്ലൊരു റോൾ തന്നെ പ്ലേ ചെയ്യുന്നുണ്ട്. എ ബിസിനസ് ഫംഗ്ഷൻ അണ്ടർ ദ ലീഗൽ ഫ്രെയിംവർക്ക് ഓഫ് ദ നാഷണൽ ഗവൺമെൻറ്, സോ ഇറ്റ്സ് ആക്ടിവിറ്റീസ് അൾട്ടിമേറ്റ്ലി കോൺട്രിബ്യൂട്ട് ടു ദ അച്ചീവ്മെൻറ്റ് ഓഫ് നാഷണൽ ഗോൾസ്. എപ്പോഴും ബിസിനസ് ഫംഗ്ഷൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഗവൺമെൻറ്, നാഷണൽ ഗവൺമെൻറ് ലീഗൽ ഫ്രെയിംവർക്കിൽ നിന്നായിരിക്കും ബിസിനസ് എപ്പോഴും ഫംഗ്ഷൻ ചെയ്യുക. അതുകൊണ്ട് തന്നെ ആ ബിസിനസ് ചെയ്യുന്ന ഏത് ആക്ടിവിറ്റി ആയിക്കോട്ടെ അത് അൾട്ടിമേറ്റ്ലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നാഷണൽ ഗോൾസിനെ ആയിരിക്കും. The national objective of business include production, distribution of goods, services according to the national interest, charging fair prices, generation of employment and payment of tax to the government. അപ്പം എങ്ങനെയൊക്കെയാണ് ഈ നാഷണൽ ഒബ്ജക്റ്റീവ് ബിസിനസ് അച്ചീവ് ചെയ്ത് കൊടുക്കുക? അവർ കൃത്യമായിട്ട് പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനൊക്കെ നടത്തുന്നു ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ, അതും അക്കോർഡിംഗ് ടു ദ നാഷണൽ ഇൻട്രസ്റ്റ്, നേഷൻ്റെ ഇൻട്രസ്റ്റ് അനുസരിച്ച് മാത്രം ചെയ്യുന്നു. അതേപോലെ ഏറ്റവും ഫെയർ ആയിട്ടുള്ള പ്രൈസിലേക്കും ബിസിനസ് റൺ ചെയ്യുക. പിന്നെ കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നു. അതേപോലെ തന്നെ ബിസിനസ് നടത്തിക്കൊണ്ട് പോകുമ്പോൾ ഗവൺമെൻറ്റിന് കൃത്യമായിട്ടുള്ള ടാക്സും പേ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് നാഷണൽ ഒബ്ജക്റ്റീവ് വരുന്നത്. ഇനി അഞ്ചാമത്തെയാണ് ഗ്ലോബൽ ഒബ്ജക്റ്റീവ്. Many business houses aim at extending their operation from the home market to foreign market. ഏതൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലും അത് കുറച്ചൊക്കെ പച്ച പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക് എന്ത് ശ്രമിക്കും? അതിനൊന്നുകൂടിയും അതിൻ്റെ ബ്രാഞ്ചസ് അല്ലെങ്കിൽ അതൊന്നുകൂടിയും സ്കോപ്പ് ഒന്ന് ഇൻക്രീസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കും. അപ്പോൾ ഹോം മാർക്കറ്റിൽ നിന്ന് ഫോറിൻ മാർക്കറ്റിലേക്ക് ആ ഒരു ബിസിനസ് എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കും. Global market enable business to expand the volume of sale, acquire resources, technology and information and minimize risk from competitors. ഗ്ലോബൽ മാർക്കറ്റ്സിലേക്ക് എനേബിൾ ചെയ്യുമ്പോൾ ബിസിനസ് സുഖമായിട്ട് അവരുടെ സെയിൽ വോളിയം എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കുന്നു. അതേപോലെ നല്ല രീതിയിലുള്ള റിസോഴ്സ് അക്യൂർ ചെയ്യാനും പുതിയ പുതിയ ടെക്നോളജീസ് അഡോപ്റ്റ് ചെയ്യാനും കൂടുതൽ ഇൻഫോർമേഷൻസ് അറിയാനും റിസ്ക് മിനിമൈസ് ചെയ്യാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാമാണ് മെയിൻ ഒബ്ജക്റ്റീവ്സ്. 5 ഒബ്ജക്റ്റീവ്സാണ് മെയിൻ ആയിട്ടുള്ളത്. 5 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ്? എക്കണോമിക് ഒബ്ജക്റ്റീവ്, സോഷ്യൽ ഒബ്ജക്റ്റീവ്, ഹ്യൂമൻ ഒബ്ജക്റ്റീവ്, നാഷണൽ ഒബ്ജക്റ്റീവ് ആൻഡ് ഗ്ലോബൽ ഒബ്ജക്റ്റീവ്. നെക്സ്റ്റ് ആണ് ഇനി വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ബിസിനസ്. നമ്മൾ മെയിനായിട്ട് 10 ഫങ്ഷൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഫംഗ്ഷൻ ആണ് അക്വിസിഷൻ ഓഫ് റോ മെറ്റീരിയൽസ്. ബിസിനസ് ഗ്യാദർ റോ മെറ്റീരിയൽ റിക്വയർഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ഫിനിഷ് ഗുഡ്സ്. അപ്പോൾ എന്താണ്? ഫിനിഷ് ഗുഡ്സിൻ്റെ പ്രൊഡക്ഷന് വേണ്ടി ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് ആയിരിക്കും ബിസിനസ് ആണെന്ന് തന്നെ ഗ്യാദർ ചെയ്യുക.
റൈറ്റ് ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് റോ മെറ്റീരിയൽ അറ്റ് റൈറ്റ് കോസ്റ്റ് ആൻഡ് റൈറ്റ് ടൈം ഡിറ്റർമൈൻ സക്സസ് ഓഫ് ബിസിനസ്. അപ്പോൾ അങ്ങനെ റോ മെറ്റീരിയൽസ് ഗ്യാദർ ചെയ്യുമ്പോൾ അവർ നോക്കണം എന്തൊക്കെയാണ്, റൈറ്റ് ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും റോ മെറ്റീരിയൽസ് കിട്ടുന്നുണ്ടോ, അതേപോലെ തന്നെ റൈറ്റ് കോസ്റ്റിലാണോ അവർക്കത് കിട്ടുന്നത്, റൈറ്റ് ടൈമിൽ കിട്ടുന്നുണ്ടോ. ഇത്രയും കാര്യങ്ങൾ ഡിറ്റർമൈൻ ചെയ്താൽ മാത്രമേ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഐഡൻറ്റിഫൈൻ ദ ബെസ്റ്റ് സോഴ്സ് ഓഫ് റോ മെറ്റീരിയൽ ഈസ് എ ഡിഫിക്കൽട്ട് ടാസ്ക്. അപ്പോൾ ഇതെല്ലാം ഒന്നിച്ച് വരിക, ഇതെല്ലാം ഒന്നിച്ച് കണ്ടുപിടിക്കുക എന്നത് വളരെ ഡിഫിക്കൽട്ട് ടാസ്ക് ആണ്. ഫോർ ദിസ് എ ബിസിനസ് ഹാസ് ടു എക്സ്പ്ലോർ ആൻഡ് അനലൈസ് ഡിഫറെൻറ്റ് ഓൾട്ടർനേറ്റീവ്സ്. അതിനുവേണ്ടി ബിസിനസ് കുറേയും എക്സ്പ്ലോർ ചെയ്ത് ഓരോ ഓൾട്ടർനേറ്റീവ്സിനെ നല്ല രീതിയിൽ അനലൈസ് ചെയ്താൽ മാത്രമേ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് റോ മെറ്റീരിയൽസ് അവർക്ക് അക്വയർ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷനാണ് അക്വിസിഷൻ ഓഫ് റോ മെറ്റീരിയൽ. ഈ രണ്ടാമത്തെയാണ് ഇനി പ്രൊഡക്ഷൻ. Production is the process of creating, expanding, manufacturing and improving goods and services. പ്രൊഡക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്റ്റേജിൽ നമ്മൾ കസ്റ്റമേഴ്സിൽ കൊടുക്കാൻ പോകുന്ന പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്ത് അത് എക്സ്പാൻഡ് ചെയ്ത് കൃത്യമായി മാനുഫാക്ചർ ചെയ്ത് അല്ലെങ്കിൽ ആ ഗുഡ്സ് സർവീസിന് ഇംപ്രൂവ് ചെയ്യുന്നതെല്ലാം ആ ഒരു സ്റ്റേജിലാണ്. There are many input required for the production such as raw material, production process, മാൻ പവർ ആൻഡ് ടെക്നോളജി. അപ്പോൾ പ്രൊഡക്ഷൻ എന്നൊരു സ്റ്റേജിൽ നിറയെ ഇൻപുട്സ് അത്യാവശ്യമാണ്. അവിടെ റോ മെറ്റീരിയൽസ് വേണം, അതേപോലെ തന്നെ പ്രൊഡക്ഷൻ പ്രോസസ്സ് വേണം, മാൻ പവർ വേണം, അതേപോലെ ഏറ്റവും നല്ല രീതിയിലുള്ള ടെക്നോളജി ആവശ്യമാണ്. സെറ്റിംഗ് അപ്പ് ഓഫ് ആൻ അപ്രോപ്രിയറ്റ് സിസ്റ്റം ഓഫ് പ്രൊഡക്ഷൻ ഈസ് ദ കോർ ഫംഗ്ഷൻ ഓഫ് ബിസിനസ്. അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ പ്രൊഡക്ഷൻ ഫംഗ്ഷന് സെറ്റ് ചെയ്യുക എന്നാണ് ഏറ്റവും ബിസിനസ്സിൻ്റെ കോർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ രണ്ട് ഫംഗ്ഷൻ ഡിസ്കസ് ചെയ്ത് നമ്മൾ ഒന്നാമത്തത് അക്വിസിഷൻ ഓഫ് റോ മെറ്റീരിയൽ, രണ്ടാമത്തത് പ്രൊഡക്ഷൻ. ഇനി മൂന്നാമത്തെയാണ് മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് പ്ലാനിങ്, പ്രൈസിങ്, പ്രൊമോട്ടിംഗ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ഐഡിയ, ഗുഡ്സ് ആൻഡ് സർവീസസ്. മാർക്കറ്റിംഗ് വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്ലാനിങ് വേണം, കൃത്യമായിട്ട് നമ്മൾ ഉണ്ടാക്കിയ പ്രൊഡക്റ്റിന് പ്രൈസിങ് കൊടുക്കണം, നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യണം, സെയിൽ ചെയ്യണം, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും വേണ്ടത് നല്ല രീതിയിലുള്ള ഐഡിയാസ് നമുക്ക് കൊടുക്കാൻ സാധിക്കണം, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഗുഡ്സ് കൊടുക്കാൻ സാധിക്കണം, നല്ല സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കണം. ഇതെല്ലാം വരുന്നത് ഈ ഒരു മാർക്കറ്റിംഗ് സ്റ്റേജിലാണ്. ഫോർമുലേറ്റിംഗ് അപ്രോപ്രിയറ്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഡിറ്റർമൈൻ സക്സസ് ആൻഡ് സർവൈവൽ ഓഫ് ബിസിനസ്. ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഡിറ്റർമൈൻ ചെയ്ത് അത് ഫോർമുലേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ബിസിനസ് സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യാനും അത് സർവൈവ് ചെയ്ത് പോകാനും സാധിക്കുകയുള്ളൂ. ഇനി നമ്മുടെ നാലാമത്തെ പോയിന്റാണ് മാനേജ്മെന്റ് ഓഫ് റിസോഴ്സസ്. മാനേജ്മെന്റ് ഈസ് ദ പ്രോസസ് ഓഫ് അച്ചീവിംഗ് എസ്റ്റാബ്ലിഷ്ഡ് ഗോൾ ബൈ പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ് ആൻഡ് ഇവാലുവേറ്റിംഗ് റിസോഴ്സസ് ഓൺഡ് ആൻഡ് യൂട്ടിലൈസ്ഡ് ബൈ ദ ബിസിനസ്. അപ്പോൾ മാനേജ്മെന്റ് ഓഫ് റിസോഴ്സസ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ റിസോഴ്സസിനെ ഏറ്റവും നല്ല രീതിയിൽ മാനേജ് ചെയ്യുക. മാനേജിങ് എന്ന ഒരു മാനേജ്മെന്റ് എന്ന ഒരു പ്രോസസ് എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെ വരുന്നുണ്ട്? എസ്റ്റാബ്ലിഷിംഗ് ഗോൾ ബൈ പ്ലാനിങ്, ഓർഗനൈസിങ്, കൃത്യമായി പ്ലാൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് ഡയറക്റ്റ് ചെയ്ത് അതിനെ കൺട്രോൾ ചെയ്ത് ഇവാലുവേറ്റ് ചെയ്ത് ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ ഓൺ ചെയ്യുന്ന റിസോഴ്സിനെ യൂട്ടിലൈസ് ചെയ്യുക. അതാണ് മാനേജ്മെന്റ് ഓഫ് റിസോഴ്സിലൂടെ പറയുന്നത്. ഇഫ് ദ മാനേജ്മെന്റ് ഫീൽസ് ദ ബിസിനസ് ഹാസ് ടു ഇൻക്യൂർ ഹെവി ഓപ്പറേഷൻ കോസ്റ്റ്, വേസ്റ്റേജ് ആൻഡ് ലോസ്. അപ്പോൾ ഈ ഒരു കേസിൽ റിസോഴ്സ് മാനേജ്മെന്റിൽ ഫെയിലിയർ സംഭവിച്ചു കഴിഞ്ഞാൽ വളരെ അധികം ഭയങ്കര കൂടുതലായിട്ടുള്ള ഹെവി ആയിട്ടുള്ള ഓപ്പറേഷണൽ കോസ്റ്റും അതേപോലെ തന്നെ വേസ്റ്റേജും ലോസും സംഭവിക്കുന്നതായിരിക്കും. അതാണ് നാലാമത്തെ പോയിന്റ്, മാനേജ്മെന്റ് ഓഫ് റിസോഴ്സസ്. ഇനി അഞ്ചാമത്തെയാണ് മാനേജ്മെന്റ് ഓഫ് ഫിനാൻസ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് മാനേജിങ് ഫണ്ട് ഓഫ് ബിസിനസ്. ബിസിനസ്സിൻ്റെ ഫണ്ട് മാനേജ് ചെയ്യുക എന്നതാണ് ഈ ഒരു പ്രോസസ്സ് നോക്കുന്നത്. ദിസ് ഫംഗ്ഷൻ ഇസ് പെർഫോം ടു ഫോർമുലേറ്റ് ഫിനാൻഷ്യൽ ഡിസിഷൻ ഇൻ റിലേഷൻ ടു ദ സോഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് ഓഫ് ബിസിനസ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ഡിസിഷൻസ്, ആ ഒരു ബിസിനസ്സിൻ്റെ ഫണ്ട് ഏതൊക്കെ രീതി എവിടെ നിന്നൊക്കെ ഫണ്ട് റേസ് ചെയ്യണം, സോഴ്സും അതുപോലെ തന്നെ അതെവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള ഫിനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കുക, അതൊക്കെയാണ് മാനേജ്മെൻറ്റ് ഓഫ് ഫിനാൻസിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ആറാമത്തെയാണ് ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടിങ്. ഇറ്റ് ഈസ് ദ റെക്കോർഡിംഗ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ, preparing of financial statement, maintenance of documents and records for reporting and decision making. ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ട്സ് എന്താണ്? അവിടെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യണം. അതേപോലെ തന്നെ ബിസിനസ്സിന് വേണ്ട ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുക, ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് റെക്കോർഡ് ചെയ്യുക. എന്തിനു വേണ്ടിയാണ്? റിപ്പോർട്ട് നൽകാനും അതേപോലെ നല്ല നല്ല ഡിസിഷൻസ് എടുക്കാനും. അക്കൗണ്ടിങ് ഗീവ്സ് വാല്യുബിൾ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഫോർ ദ ബിസിനസ് ആസ് വെൽ ആസ് ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ്.
അക്കൗണ്ടിങ്ങിലൂടെയാണ് നമുക്ക് കൃത്യമായിട്ട് ബിസിനസ് പ്രോഫിറ്റിലാണോ ലോസിലാണോ എന്ന കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് നല്ല രീതിയിൽ കൊടുക്കാൻ വേണ്ടി അക്കൗണ്ടിങ്ങിന് സാധിക്കും. അത് ബിസിനസ്സിന് വേണ്ടി മാത്രമല്ല യൂസ്ഫുൾ ആവുക, ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വരുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സിന് അത് യൂസ്ഫുൾ ആയിരിക്കും. ഇനി അടുത്ത 7ാമത്തെ പോയിന്റാണ് മാനേജ്മെന്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. ഹ്യൂമൻ ബീങ്സ് ആർ ദ മോസ്റ്റ് വാല്യുബിൾ റിസോഴ്സ് ഓഫ് എ ബിസിനസ്. ഒരു ബിസിനസ് സംബന്ധിച്ച് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള റിസോഴ്സാണ് ഹ്യൂമൻ ബീങ്സ്. Day-to-day business functions such as managing cash flow, making business transaction, communicating through all form of media and dealing with customers could not be completed without human resources. നമ്മുടെ ബിസിനസ്സിലെ എല്ലാ ഡേ ഫങ്ഷൻസ് എല്ലാത്തിലും ആര് വരുന്നുണ്ട്? ഹ്യൂമൻ റിസോഴ്സ് വരുന്നുണ്ട്. കൃത്യമായിട്ടുള്ള ക്യാഷ് മാനേജ് ചെയ്യുക, ബിസിനസ് ട്രാൻസാക്ഷൻ കൃത്യമായിട്ട് നടത്തിക്കൊണ്ടു പോവുക, എല്ലാ ഫോം ഓഫ് മീഡിയയുടെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുക, ഇതെല്ലാം നടക്കണമെങ്കിൽ അവിടെ ഹ്യൂമൻ റിസോഴ്സ് ആയിട്ടുള്ളൊരു ഡീലിങ്സ് വരുന്നുണ്ട്. Recruitment and selection, training and development, compensation and motivation of people are the crucial function of a business in connection with the management of human resources. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സിനെ മാനേജിനെ പറ്റി നോക്കുമ്പോൾ റിക്രൂട്ട്മെൻറ്റും സെലക്ഷനും, റിക്രൂട്ട്മെൻറ്റ് തൊട്ട് സെലക്ഷൻ, ട്രെയിനിങ്, കോമ്പൻസേഷൻ, മോട്ടിവേഷൻ, ഇതെല്ലാ കാര്യങ്ങളും വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഫംഗ്ഷനും പ്ലേ ചെയ്യുന്നതാണ്. ഏറ്റവും നല്ല വർക്ക് ഫോഴ്സ് കിട്ടിയാൽ മാത്രമേ ഏറ്റവും നല്ല രീതിയിൽ ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇനി 8ാമത്തെ പോയിന്റാണ് മാനേജ്മെന്റ് ഓഫ് ഇൻഫോർമേഷൻ. കളക്ഷൻ, പ്രോസസ്സിംഗ്, സ്റ്റോറേജ് ആൻഡ് റിട്രീവൽ ഓഫ് ഇൻഫോർമേഷൻ ആസ് ആൻഡ് വെൻ റിക്വയർഡ് ആർ ദ സിഗ്നിഫിക്കൻറ്റ് ആസ്പെക്ട് ഓഫ് ബിസിനസ്. കൃത്യമായിട്ട് ഇൻഫോർമേഷൻ മാനേജ് ചെയ്യാൻ സാധിക്കണം. ഈ പറഞ്ഞ പോലെ ഫിനാൻസ് മാനേജ് ചെയ്യുന്നതും റിസോഴ്സ് മാനേജ് ചെയ്യുന്നതും ഹ്യൂമൻ റിസോഴ്സ് മാനേജ് ചെയ്യുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഇൻഫോർമേഷൻ മാനേജ് ചെയ്യുന്നത്. ബിസിനസ് ആവശ്യം വരുമ്പോൾ കൃത്യമായിട്ട് ആ ഇൻഫോർമേഷൻ കളക്ട് ചെയ്ത് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് അത് റിട്രീവ് സമയത്ത് റിട്രീവ് ചെയ്യാനൊക്കെ സാധിക്കണം. ബിസിനസ് ഓർഗനൈസേഷൻ കൺസിഡർ ഇൻഫോർമേഷൻ ആസ് എ വാല്യുബിൾ റിസോഴ്സ്, ഹൈലി എസെൻഷ്യൽ. അപ്പോൾ ബിസിനസ് സംബന്ധിച്ച് എപ്പോഴും ഈ പറഞ്ഞ ഇൻഫോർമേഷൻ എല്ലാത്തിനെ വാല്യുബിൾ ആയിട്ടുള്ള ഒന്നായിട്ടാണ് കാണുന്നത്. ഇറ്റ് ഇസ് എസെൻഷ്യൽ ഫോർ ഇറ്റ്സ് ഡേ ഓപ്പറേഷൻ. എല്ലാ ഡേ ഓപ്പറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബിസിനസ്സിലെ ഓരോ ഇൻഫോർമേഷൻസും. It is being increasingly recognized that the modern business cannot be managed without the assistance of effective information function. ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഇൻഫോർമേഷൻ ഫംഗ്ഷൻ ഇല്ലെങ്കിൽ നല്ല രീതിയിൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ പഠനത്തിലൂടെ മനസ്സിലാവുന്നത്. ഇനി 9th പോയിന്റാണ് മാനേജ്മെന്റ് ഓഫ് ചേഞ്ചസ്. ദ എൻവറോൺമെന്റ് ഓഫ് ബിസിനസ് ഈസ് നോട്ട് കോൺസ്റ്റന്റ്. എപ്പോഴും നമുക്കറിയാം ബിസിനസിന്റെ എൻവറോൺമെന്റ് എന്നത് കോൺസ്റ്റന്റ് അല്ല. ഇറ്റ് ഈസ് സബ്ജക്റ്റ് ടു ചേഞ്ചസ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ്. New products, advancement of technology, changes in production process, changes in the taste and habits of people, economic, social, political changes are some of the examples. ഇപ്പം എല്ലാ കാര്യം ചേഞ്ച് ഉണ്ട്. ഇപ്പോഴത്തെ ട്രെൻഡ് ആയിരിക്കില്ല ഒരു 2-3 മാസം കഴിയുമ്പോൾ ട്രെൻഡ്. ന്യൂ പ്രൊഡക്ട്സ് വന്നുകൊണ്ടിരിക്കും, ടെക്നോളജീസ് മാറിക്കൊണ്ടിരിക്കും, അതേപോലെ തന്നെ പ്രൊഡക്ഷൻ പ്രോസസ്സ് ചേഞ്ച് ചെയ്യും, ആൾക്കാരുടെ ടേസ്റ്റും ഹാബിറ്റ്സും ചേഞ്ച് ചെയ്യും, എക്കണോമിക്, സോഷ്യൽ, പൊളിറ്റിക്കൽ ചേഞ്ചസ് വരെ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം എന്താണ്? നമ്മുടെ എൻവറോൺമെൻറ്റ് മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. എ ബിസിനസ് ഹാസ് ബി പ്രിപ്പയർഡ് ടു മീറ്റ് ഓൾ ദ ചേഞ്ചസ് ഇൻ ഇറ്റ്സ് എൻവറോൺമെൻറ്റ്. അപ്പോൾ ഒരു ബിസിനസ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തുണ്ടാവണം? എപ്പോഴും നമ്മുടെ എൻവറോൺമെൻറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമെന്ന് കരുതിയിട്ട് തന്നെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ബിസിനസ് സെറ്റ് ചെയ്യാൻ വേണ്ടി. എഫക്റ്റീവ് മാനേജ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇസ് കൺസിഡർ ആസ് എ ക്രൂഷ്യൽ ഫംഗ്ഷൻ ഓഫ് ബിസിനസ്. ഏറ്റവും എഫക്റ്റീവായിട്ട് ആ ഒരു ചേഞ്ചസിനെ മാനേജ് ചെയ്യുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബിസിനസ്സിനെ സംബന്ധിച്ച്. ഇനി ലാസ്റ്റ് പോയിന്റ് ആണ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. സസ്റ്റെയിൻഡ് ഗ്രോത്ത്, പ്രോഫിറ്റ് ആൻഡ് എക്സിസ്റ്റൻസ് ആർ ദ മേജർ കൺസേൺ ഓഫ് എ ബിസിനസ്. എന്താണ് എപ്പോഴും ബിസിനസ്സിൻ്റെ മേജർ കൺസേൺ അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നോക്കേണ്ട കാര്യമാണ് സസ്റ്റെയിൻഡ് ഗ്രോത്തും. ആ ഒരു ഗ്രോത്ത് നിലനിന്ന് പോവുക, അതുപോലെ പ്രോഫിറ്റും ആൻഡ് എക്സിസ്റ്റൻസ് എല്ലാം നമ്മളിങ്ങനെ കണ്ടിന്യൂസ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കണം. For this, a business has to manage competition with a better products and strategy. അപ്പോൾ അതെന്ത് ചെയ്യണം? ബിസിനസ് മുന്നിൽ വരുന്ന പല കോമ്പറ്റീഷനും കൃത്യമായിട്ട് മാനേജ് ചെയ്യണം. അതിന് ബെറ്റർ പ്രൊഡക്ട്സും ബെറ്റർ സ്ട്രാറ്റജീസും പ്ലാനിങ് ഒക്കെ സെറ്റ് ചെയ്യണം. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഫംഗ്ഷൻ ഫെസിലിറ്റേറ്റ് അഡ്യൂക്കേറ്റ് ആൻഡ് ടൈംലി മോഡിഫിക്കേഷൻ ഇന്നോവേഷൻ ഓഫ് പ്രൊഡക്ട്സ് ആൻഡ് സ്ട്രാറ്റജി ഫോർ ദ ലോങ് ടേം എക്സിസ്റ്റൻസ് ഓഫ് ബിസിനസ്. കൃത്യമായിട്ട് റിസർച്ചും ഡെവലപ്മെൻറ്റും ചെയ്താൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കുള്ളൂ. നമ്മുടെ എൻവറോൺമെൻറ്റ് മാറ്റങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ ആ നിലനിൽപ്പിന് എന്തൊക്കെയാണ് ബാരിയേഴ്സ് ഉള്ളത് അതെല്ലാം കണ്ടുപിടിച്ച് മാറ്റണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് റിസർച്ചും ഡെവലപ്മെൻറ്റും നടത്തിയിരിക്കണം. അപ്പോൾ അതെല്ലാം നമ്മളുടെ ബിസിനസ്സിൻ്റെ ലോങ് ടേം എക്സിസ്റ്റൻസിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു ബിസിനസ് നടത്തുമ്പോൾ ഉള്ള 10 ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. 50 മാർക്കോ 5 മാർക്കോ ആയിട്ട് വരാനുള്ള ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണത്. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് സ്കോപ്പ് ഓഫ് ബിസിനസ്. സ്കോപ്പ് ഓഫ് ബിസിനസ്സിൽ നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം ബിസിനസ് സ്കോപ്പിനെ. ഇൻഡസ്ട്രീസ് ഉണ്ട്, കൊമേഴ്സ് ഉണ്ട്. ഇൻഡസ്ട്രീസ് എന്താ നോക്കാം തന്നെ.
Industry refers to business activities related with the extraction, processing and production of product. അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ എക്സ്ട്രാക്ഷനും പ്രോസസ്സിങ്ങും പ്രൊഡക്ഷനും അതെല്ലാം വരുന്ന ഒരു ബിസിനസ് ആക്ടിവിറ്റി നമ്മൾ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇനി നോക്കാൻ പോകുന്നതാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രി. മെയിനായിട്ട് 5 ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രീസ് ഉള്ളത്. എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി, ജനറ്റിക് ഇൻഡസ്ട്രി, കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി, മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ആൻഡ് സർവീസ് ഇൻഡസ്ട്രി. ഇതിൽ ഒന്നാമത്തെയാണ് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി. എക്സ്ട്രാക്റ്റീവ് നമുക്കറിയാം, എക്സ്ട്രാക്റ്റീവ് വെച്ചാൽ എന്താണ്? ദോസ് ഇൻഡസ്ട്രി വിച്ച് എക്സ്ട്രാക്ട്, റേസ് ഓർ ഫാബ്രിക്കേറ്റ് റോ മെറ്റീരിയൽസ് ഫ്രോം ദ എബോവ് ഓർ ബെനീത്ത് ദ സർഫേസ് ഓഫ് ദ എർത്ത്. എർത്തിൻ്റെ സർഫേസിൻ്റെ ഉള്ളിൽ നിന്നോ മുകളിൽ നിന്നോ നമ്മൾ റോ മെറ്റീരിയലിനെ എക്സ്ട്രാക്ട് ചെയ്ത് റേസ് ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ അതാണ് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി. ഫോർ എക്സാമ്പിൾ മൈനിങ്, ഫിഷിംഗ്, അഗ്രികൾച്ചർ ഇതെല്ലാം എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രിയിൽ വരുന്നതാണ്. രണ്ടാമത്തെയാണ് ജനറ്റിക് ഇൻഡസ്ട്രി. ജനറ്റിക് ഇൻഡസ്ട്രി വെച്ച് എന്താണ്? ഇറ്റ് എൻഗേജ് ഇൻ റീപ്രൊഡ്യൂസിങ് ആൻഡ് മൾട്ടിപ്ലൈയിങ് സർട്ടൻ സ്പീഷീസ് ഓഫ് ആനിമൽ ആൻഡ് പ്ലാന്റ്സ് ആൻഡ് സെല്ലിംഗ് ദം ഇൻ ദ മാർക്കറ്റ്. പ്രോഫിറ്റിന് വേണ്ടി നമ്മൾ റീപ്രൊഡ്യൂസിങ് ചെയ്തോ അല്ലെങ്കിൽ സർട്ടൻ സ്പീഷീസ് ഓഫ് ആനിമൽസിനെ മൾട്ടിപ്ലൈങ് ചെയ്തോ പ്ലാന്റ്സ് ഒക്കെ വിറ്റും അതൊക്കെ സെല്ല് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ജനറ്റിക് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ കാറ്റിൽ ബ്രീഡിംഗ്, ഫാംസ്, പോൾട്രി ഫാംസ്, പ്ലാന്റ് നഴ്സറീസ് എല്ലാം എന്താണ്? ജനറ്റിക് ഇൻഡസ്ട്രിയുടെ എക്സാമ്പിൾസ് ആണ്. ഇനി നെക്സ്റ്റ് ഒന്നാണ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസ്. അപ്പോൾ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസ് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് അണ്ടർടേക്കുന്ന ഒന്നാണ്. ബിൽഡിങ്സ് കൺസ്ട്രക്ട് ചെയ്യുക, ബ്രിഡ്ജസ്, അതേപോലെ റോഡ്സ്, കനാൽസ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുന്ന ഇൻഡസ്ട്രിയാണ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി. നാലാമത്തെയാണ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി. Manufacturing industries are those which are concerned with the transformation of raw material or semi-finished products into finished products. അപ്പോൾ എന്താണ്? മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിലാണ് അവർ റോ മെറ്റീരിയൽസിനെയോ അല്ലെങ്കിൽ സെമി ഫിനിഷ് പ്രൊഡക്ട്സിനെയോ ഒരു ഫിനിഷ് പ്രൊഡക്ട്സിലേക്ക് മാറ്റുക. ലൈക്ക് ഡ്രസ്, ഫോൺ, കാർ, ഇതെല്ലാം എന്താണ്? മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയുടെ എക്സാമ്പിളാണ്. ഇനി അഞ്ചാമത്തെയാണ് സർവീസ് ഇൻഡസ്ട്രി. Service industry are usually engaged in the manufacturing of intangible goods which cannot be seen or touched by naked eyes. നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത കാര്യങ്ങൾ, സർവീസുകൾ പ്രൊവൈഡ് അല്ലെങ്കിൽ ഇൻടാഞ്ചിബിൾ ഗുഡ്സ് പ്രൊവൈഡ് ചെയ്യുന്ന അത് മാനുഫാക്ചർ ചെയ്യുന്ന ഇൻഡസ്ട്രിയാണ് സർവീസ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു സർവീസ് ഓഫ് പ്രൊഫഷൻ ലൈക്ക് ഡോക്ടേഴ്സ്, ലോയേഴ്സ് ഇതൊക്കെയാണ് സർവീസ് ഇൻഡസ്ട്രിയുടെ എക്സാമ്പിൾസ്. അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രി. നെക്സ്റ്റ് സെക്ഷൻ ആണ് ഇനി നെക്സ്റ്റ് അല്ലെങ്കിൽ എന്താ പറയുക ബിസിനസ് നെക്സ്റ്റ് സ്കോപ്പാണ് ഈ കൊമേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അനദർ സിഗ്നിഫിക്കൻറ്റ് ആസ്പെക്ട് ഓഫ് ബിസിനസ് ഈസ് കൊമേഴ്സ്. ഇറ്റ് ഈസ് കൺസേൺ വിത്ത് ദ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ്. അപ്പോൾ ഈ ഒരു ഇത് നോക്കുമ്പോൾ ഇവിടെ എന്താ ഉള്ളത്? ഗുഡ്സ് ബൈ ചെയ്യുക, സെല്ല് ചെയ്യുക, അതാണ് മെയിനായിട്ട് ഈ ഒരു കൊമേഴ്സ് ആ ഒരു സ്പേസിലുള്ളത്. ഇറ്റ് ഇൻക്ലൂഡ് ഓൾ ദ ആക്ടിവിറ്റീസ് വിച്ച് ആർ കണക്റ്റഡ് ടു ദ ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് ഫ്രം ദ പ്ലേസ് ഓഫ് പ്രൊഡക്ഷൻ ടു ദ അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സ്. പ്രൊഡക്ഷൻ്റെ പ്ലേസിൽ നിന്ന് ആ ഒരു കസ്റ്റമറുടെ പ്ലേസിലേക്ക് ഗുഡ്സിനെ കൊണ്ടുപോവുക, അതെല്ലാമാണ് ട്രാൻസ്ഫർ ചെയ്യുക, അതെല്ലാമാണ് മെയിനായിട്ട് കൊമേഴ്സിൽ വരുന്നത്. ദ ഹോൾ റേഞ്ച് ഓഫ് കൊമേഴ്സ് ആക്ടിവിറ്റീസ് ആർ ക്ലാസിഫൈഡ് ആസ് അണ്ടർ. അപ്പോൾ നമുക്ക് കൊമേഴ്സിൽ ഇനി ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഉണ്ട്. ഇപ്പോൾ ഇൻഡസ്ട്രിയൽ ടൈപ്സ് പറഞ്ഞ പോലെ കൊമേഴ്സിലുണ്ട്. അതിലൊന്നാമത്തെയാണ് ട്രേഡ്. ദ പ്രോസസ് ഓഫ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ഈസ് കോൾഡ് ട്രേഡ്. നമുക്കറിയാം എന്താണ്? ഗുഡ്സ് ബൈ ചെയ്ത് അത് വിൽക്കുകയാണെങ്കിൽ അതിനാണ് ട്രേഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ട്രേഡ് നമുക്ക് രണ്ട് ഡിവൈഡ് ചെയ്യും. ഇൻറ്റേർണൽ ട്രേഡ് ഉണ്ട്, എക്സ്റ്റേണൽ ട്രേഡ് ഉണ്ട്. ഇൻറ്റേർണൽ ട്രേഡ് എന്താ വെച്ച് കഴിഞ്ഞാൽ ദ പ്രോസസ് ഓഫ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് വിത്തിൻ ദ എഡ്ജ് ഓഫ് എ കൺട്രി. ഒരു രാജ്യത്തിനുള്ളിൽ നിന്ന് തന്നെ നമ്മൾ ഗുഡ്സ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ ഇൻറ്റേർണൽ ട്രേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 2 ടൈപ്സ് ഉണ്ട്. ഹോൾസെയിൽ ട്രേഡ് ഉണ്ട്, അതേപോലെ തന്നെ റീറ്റെയിൽ ട്രേഡ് ഉണ്ട്. ഹോൾസെയിൽ ട്രേഡ് വെച്ച് കഴിഞ്ഞാൽ ദ പ്രോസസ് ഓഫ് പർച്ചേസിങ് ഗുഡ്സ് ഇൻ ഹ്യൂജ് ക്വാണ്ടിറ്റി ഫ്രം പ്രൊഡ്യൂസർ ആൻഡ് ദെൻ റീസെയിൽ ടു ദ റീറ്റെയിലേഴ്സ്. അപ്പോൾ കുറേ ഗുഡ്സ് നമ്മൾ പ്രൊഡ്യൂസറിൽ നിന്ന് നേരിട്ട് പോയിട്ട് ഹ്യൂജ് ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് പർച്ചേസ് ചെയ്ത് നമ്മൾ റീറ്റെയിലേഴ്സിന് റീസെയിൽ ചെയ്യുകയാണെങ്കിൽ അതാണ് ഹോൾസെയിൽ ട്രേഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി റീറ്റെയിൽ ട്രേഡ് എന്താണ്? ഇൻ റീറ്റെയിൽ സെയിൽ ദ ഗുഡ്സ് ആർ സോൾഡ് ടു ദ അൾട്ടിമേറ്റ് കൺസ്യൂമർ. ഹോൾസെയിലേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഗുഡ്സ് മേടിച്ച് അത് അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കുകയാണെങ്കിൽ അതാണ് നമ്മൾ റീറ്റെയിൽ ട്രേഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് വണ്ണാണ് എക്സ്റ്റേണൽ ട്രേഡ്. The purchase and sale of goods between 2 countries are called external trade. 2 കൺട്രീസിനിടയിൽ സെയിലോ പർച്ചേസ് നടക്കുകയാണെങ്കിൽ അതിനാണ് നമ്മൾ എക്സ്റ്റേണൽ ട്രേഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഫോറിൻ ട്രേഡ്. അത് നമ്മൾ എന്ത് വിളിക്കും? ഫോറിൻ ട്രേഡ് എന്ന് വിളിക്കും. അപ്പോൾ ഈ എക്സ്റ്റേണൽ ട്രേഡിൽ വരുന്ന 2 ക്ലാസിഫിക്കേഷൻസ് ആണ് ഇമ്പോർട്ടും
എക്സ്പോർട്ടും. ഇമ്പോർട്ട് ട്രേഡ് ഉണ്ട്, എക്സ്പോർട്ട് ട്രേഡ് ഉണ്ട്. ഇമ്പോർട്ട് ട്രേഡ് മീൻസ് ബൈയിങ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫ്രം അനദർ കൺട്രി, വെറാസ് എക്സ്പോർട്ട് ട്രേഡ് ഡീൽസ് വിത്ത് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു അനദർ കൺട്രി. നമുക്കറിയാം ഇമ്പോർട്ട് ട്രേഡ് വെച്ച് എന്താണ്, നമ്മൾ വേറൊരു രാജ്യത്ത് നിന്ന് ഗുഡ്സ് ആൻഡ് സർവീസ് ഇങ്ങോട്ടേക്ക് മേടിക്കുക, ബൈ ചെയ്യുകയാണെങ്കിൽ. എക്സ്പോർട്ട് വെച്ച് എന്താണ്, നമ്മൾ വേറൊരു രാജ്യത്തേക്ക് ഗുഡ്സ് സെൻഡ് ചെയ്യുകയാണ് അല്ലെങ്കിൽ സെല്ല് ചെയ്യുകയാണ്. അതാണ് എക്സ്പോർട്ട് ട്രേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ട്രേഡിൻ്റെ 2 ക്ലാസിഫിക്കേഷൻസ്. അടുത്താണ് ഇനി എയ്ഡ്സ് ടു ട്രേഡ്. The activities which help in the purchase of goods and services are called aids to trade. ഒരു ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ, ഗുഡ്സോ സർവീസസോ പർച്ചേസ് ചെയ്യുമ്പോൾ അതിൽ വരുന്ന ആ ഒരു ആക്ടിവിറ്റീസ്, ആ ഒരു പർച്ചേസിന് ഹെൽപ്പ് ചെയ്യുന്ന ആക്ടിവിറ്റീസിനെ വിളിക്കുന്ന പേരാണ് എയ്ഡ്സ് ടു ട്രേഡ് എന്നത്. The aids which are compulsory for the development of the trade are as follows. ഇനിയിപ്പോൾ ആ ഒരു ട്രേഡ് നടക്കുമ്പോൾ, പർച്ചേസ് സെയിൽ നടക്കുമ്പോൾ അവിടെ നമുക്ക് വേണ്ടി വരുന്ന ഹെൽപ്പ്, ട്രേഡിനുള്ള ഹെൽപ്പ് എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ആണ് ട്രാൻസ്പോർട്ടേഷൻ. The different way of transport help in carrying goods from the place of production to center of utilization, that is railway, ship, airlines, etc. അപ്പോൾ നമ്മുടെ ഗുഡ്സിന് ഓരോ പ്ലേസിൽ നിന്ന്, ഇപ്പോൾ പ്രൊഡക്ഷൻ ഏരിയയിൽ നിന്ന് യൂട്ടിലൈസേഷൻ സെൻറ്ററിലേക്ക് മാറ്റാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം, ഈ ഗുഡ്സിനെ ക്യാരി ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഓരോ ട്രാൻസ്പോർട്ടേഷൻ വേസ് ആണ്. റെയിൽവേ ഉണ്ട്, ഷിപ്പ് ഉണ്ട്, എയർലൈൻസ് ഉണ്ട്, റോഡ് ഉണ്ട്, അങ്ങനെ പല വരികളുണ്ട്. അത് ഫസ്റ്റ് പോയിന്റ് ട്രാൻസ്പോർട്ടേഷൻ. ഇനി രണ്ടാമത്തെയാണ് ഇൻഷുറൻസ്. Insurance is an essential aid to trade. The risk of damage of goods due to fire, flood, earthquake or other cause is covered by insurance. ഇനി ട്രേഡിനെ സഹായിക്കുന്ന രണ്ടാമത്തെ ഒരു എയ്ഡ്സ് ട്രേഡ് അല്ലെങ്കിൽ ആക്ടിവിറ്റിയാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു ഗുഡ്സ് ട്രാവൽ ചെയ്യുമ്പോൾ, കൊണ്ടുപോകുമ്പോൾ അവിടെ പല ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്. ലൈക്ക് ആക്സിഡൻറ്റ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഫയർ ഉണ്ടാവാം, ഫ്ലഡ്, എർത്ത് ക്വിക്ക്, എന്ത് വേണേൽ ഉണ്ടാവാം. അപ്പോൾ അത് കവർ ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഹെൽപ്പിന് നമുക്ക് എന്തുണ്ട്, ഇൻഷുറൻസ് ഉണ്ട്. അത് രണ്ടാമത്തെ ഇൻഷുറൻസ്. ഇനി മൂന്നാമത്തെയാണ് വെയർ ഹൗസിംഗ്. Warehousing is a kind of storeroom. Goods are usually produced in anticipation of demand. They are stored in the safe place and are released as and when demanded in the market. Warehousing thus help in overcoming the barrier of time and creates time utility. അപ്പോൾ വെയർഹൗസിംഗ് വെച്ച് എന്താണ്, ശരിക്കും പറഞ്ഞ ഒരു സ്റ്റോർ റൂമാണ്. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ എല്ലാ ഗുഡ്സും പ്രിപ്പയർ അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുന്നത് കാറിന് ഡിമാൻഡ് നോക്കിയിട്ടല്ല, ഇത്ര എണ്ണം നോക്കിയിട്ടല്ല, നമുക്കൊരു ആൻറ്റിസിപ്പേഷൻ ഇത്ര ഡിമാൻഡ് വരുമെന്ന്. അപ്പോൾ ഉറപ്പായിട്ട് അവിടെ എന്തെങ്കിലും ഒന്നോ അതിൽ കൂടുതൽ വരും ഐറ്റംസ്. നമുക്ക് ഇപ്പോൾ പെട്ടെന്ന് നിലവിൽ ഡിമാൻഡ് ഉണ്ടാവില്ല, പിന്നീട് ആവശ്യമുള്ളതൊക്കെ ഉണ്ടാക്കുക. അങ്ങനെ വരുമ്പോൾ അത് നമുക്ക് സ്റ്റോർ ചെയ്യാൻ സ്പേസ് വേണം. അങ്ങനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തുണ്ടാക്കും, വെയർ ഹൗസിംഗ് ഉണ്ടാക്കും. വെയർ ഹൗസിംഗ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ട്രേഡിൻ്റെ കേസ് വരികയാണെങ്കിൽ. ഇപ്പോൾ ഡിമാൻഡിൻ്റെ കേസ് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അടുത്ത സമയത്ത് നമുക്ക് ഗുഡ്സ് സേഫായിട്ട് വെക്കേണ്ട പ്ലേസ് വരും. അങ്ങനെ കേസിൽ നമ്മുടെ ഈ ഒരു ടൈം ബാരിയറിനെയും അല്ലെങ്കിൽ ടൈം യൂട്ടിലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, കൃത്യ ടൈമിൽ നമുക്ക് ആ ഗുഡ്സ് എത്തിക്കാൻ വേണ്ടിയൊക്കെ ഈ വെയർ ഹൗസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നാലാമത്തെയാണ് ബാങ്കിങ്. Banks play a vital role in financing the different trade activities. They extend funds to the traders for stock holding and transportation of goods. They also support the buyers and sellers of goods in receiving and making payment. ബാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു മാനുഫാക്ചർ അല്ലെങ്കിൽ ട്രേഡറിനെ ആദ്യം തന്നെ ബാങ്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, സ്റ്റോക്ക് ഹോൾഡ് ചെയ്യാനും ട്രാൻസ്പോർട്ടേഷനൊക്കെ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അവരെ മാത്രമല്ല ബയേഴ്സിനെയും സെല്ലേഴ്സിനെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം സെല്ലേഴ്സിനായാലും അവർക്ക് ഗുഡ്സ് പ്രിപ്പയർ ചെയ്ത് ബയേഴ്സിലേക്ക് എത്തിക്കണമെങ്കിൽ അവിടെ കാശുണ്ട്. അതുപോലെ ബയേഴ്സിനാണെങ്കിൽ എന്താണ്, ആ ഗുഡ്സ് എന്ത് ചെയ്യണം, പർച്ചേസ് ചെയ്യണമെങ്കിൽ അവർക്കും കാശ് വേണം. അപ്പോൾ ഇതിനൊക്കെ വേണ്ടി ഫണ്ടിൻ്റെ ഫ്ലോക്ക് വേണ്ടി ബാങ്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. അഞ്ചാമത്തെയാണെങ്കിൽ ലാസ്റ്റ് വൺ ആണത് അഡ്വർടൈസിങ്. സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ഇസ് എ മേജർ ബേർഡൻ ഓഫ് ദ പ്രൊഡ്യൂസർ. അഡ്വർടൈസ്മെന്റ് ത്രൂ ഡിഫറെൻറ്റ് മീഡിയ ഹെൽപ്പ് ഇൻ ദ സെല്ലിംഗ് ഓഫ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്. അപ്പോൾ എന്താണ്, ഈ ഗുഡ്സ് ഉണ്ടാക്കുക എന്നത് അതിനേക്കാളും ടഫാണ് ഈ ഗുഡ്സ് വിറ്റഴിക്കുക എന്നത്. സെല്ലിംഗ് എന്ന് വളരെയധികം മേജർ ബേർഡൻ തന്നെയാണ്. അപ്പോൾ പല വഴിയിലുള്ള അഡ്വർടൈസ്മെൻറ്റിലൂടെ ആ ഒരു കാര്യം സിമ്പിളാക്കാൻ വേണ്ടി സാധിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഹെൽപ്സ് ടു ട്രേഡ് അല്ലെങ്കിൽ എയ്ഡ്സ് ടു ട്രേഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ ട്രാൻസ്പോർട്ടേഷൻ, രണ്ടാമത്തെ ഇൻഷുറൻസ്, മൂന്നാമത്തെ വെയർ ഹൗസിംഗ്, നാലാമത്തെ ബാങ്കിങ്, അഞ്ചാമത്തെ അഡ്വർടൈസിങ്. ക്ലിയർ ആണല്ലോ. ഈ നെക്സ്റ്റ് ടോപ്പിക്കാണ് സിഗ്നിഫിക്കൻസ് ഓഫ് ബിസിനസ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ബിസിനസ്സിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റോൾ എന്ന് നോക്കാം. ഇമ്പോർട്ടൻസ് ഒന്നാമത്തെയാണ് ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. Business improves the standard of living of people in a society through its wide range of economic activities. അപ്പോൾ എന്താണ്, ബിസിനസ് നമ്മുടെ സൊസൈറ്റിയിലുള്ള ഓരോ പീപ്പിളിൻ്റെയും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. കാരണം അവർ വൈഡ് റേഞ്ച് എക്കണോമിക് ആക്ടിവിറ്റീസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ബിസിനസ്. അതുകൊണ്ട് തന്നെ അവിടെ നമ്മുടെ സൊസൈറ്റിയിലുള്ള ഓരോ ആൾക്കാരുടെയും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ബിസിനസ്സിന് സാധിക്കുന്നു. രണ്ടാമത്തെയാണ് എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്.
Business facilitate effective utilization of the scarce resource society. It will provide ഫെസിലിറ്റി ഓഫ് മാസ് പ്രൊഡക്ഷൻ. അപ്പോൾ എന്താണ് രണ്ടാമത്തെ പോയിന്റ് ആണ് എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. നമ്മുടെ സൊസൈറ്റിയിൽ നമ്മുടെ നേച്ചർ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് മാസ് പ്രൊഡക്ഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ബിസിനസ്സിന് സാധിക്കുന്നു. മൂന്നാമത്തെയാണ് ഓഫർ ലാർജ് വെറൈറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. Business offer wide range of goods and services to people which help them to choose product and services according to their taste and preference. അപ്പോൾ എന്താണ് ബിസിനസ് എന്ന് പറയുമ്പോൾ അവിടെ അത് ഒരു ടൈപ്പ് ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് സാധനം മാത്രമല്ല പ്രൊവൈഡ് ചെയ്യുന്നത്, വൈഡ് റേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും അവരുടെ ടേസ്റ്റും പ്രിഫറൻസ് അനുസരിച്ച് ഓരോ സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. നാലാമത്തെയാണ് ക്രിയേറ്റ് യൂട്ടിലിറ്റീസ്. Business make goods more useful to satisfy human wants. It add to product the utilities of person, time, place, form, knowledge, etc. Thus people are able to satisfy their wants effectively and economically. അപ്പോൾ എന്താണ് ബിസിനസ് എപ്പോഴും ആ ഒരു ഗുഡ്സിൻ്റെ യൂസ്ഫുൾ അത് മാക്സിമം ആൾക്കാരെ കൊണ്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് മാറ്റാൻ വേണ്ടി ബിസിനസ്സിന് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ആ ഒരു ഓരോ ആൾക്കാർക്കും അവർ ഏറ്റവും എഫക്റ്റീവായിട്ടും ഏറ്റവും എക്കണോമിക്കലായിട്ടും പീപ്പിളിന് അവരുടെ ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതാണ് നാലാമത്തെ ക്രിയേറ്റ് യൂട്ടിലിറ്റി. ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് നമുക്ക് ആ ഗുഡ്സ് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. അഞ്ചാമത്തെയും ലാസ്റ്റ് പോയിന്റ് ആണ് ജനറേറ്റ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി. എന്താ പറയുന്നത് ബിസിനസ് പ്രൊവൈഡ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ടു ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ഇൻ സൊസൈറ്റി. സൊസൈറ്റിയിൽ ഇപ്പോൾ ബിസിനസ് ഫോം തുടങ്ങുമ്പോൾ അവിടെ പല ടൈപ്പ് ഓഫ് ആൾക്കാർക്ക് ജോലി കിട്ടും. ഇപ്പോൾ അക്കൗണ്ടന്റ് പോസ്റ്റ് ആയിക്കോട്ടെ, സെയിൽസ് ആയിക്കോട്ടെ, അങ്ങനെ പല മേഖലയിൽ നമുക്ക് ജോലി കിട്ടും. അങ്ങനെ ബിസിനസ് വരുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ലാർജ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ് അറൈസ് ചെയ്യുന്നത്. ഈ നെക്സ്റ്റ് ടോപ്പിക്കാണ് റോൾ ഓഫ് ബിസിനസ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് എ നേഷൻ. ഇനി ഈ ബിസിനസ്സിൻ്റെ നമ്മൾ നേരത്തെ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് പറഞ്ഞു. അതേപോലെ തന്നെ ഇനി നേഷൻ്റെ ഒരു ലെവൽ എടുക്കുകയാണെങ്കിൽ ആ ഒരു ഡെവലപ്മെന്റ് ഓഫ് എ നേഷൻ നമ്മുടെ രാജ്യം ഡെവലപ്പ് ആവാൻ വേണ്ടി ബിസിനസ് എങ്ങനെയൊക്കെ സഹായിക്കുന്നുണ്ട് നോക്കാം. അതിൽ ഒന്നാമത്തെയാണ് ഇൻക്രീസ് GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. അതാണ് GDP എന്നത്. അത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ബിസിനസ്സിന് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഇന്ത്യയിലെ കൂടുതൽ ബിസിനസ് കൊണ്ടുവരുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ എന്താണ് GDP ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ നേഷൻ ഡെവലപ്മെന്റ് എന്നത് ബാധിക്കുന്നുണ്ട്. രണ്ടാമത്തെയാണ് ജനറേഷൻ ഓഫ് ഇൻകം. ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് പോകുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്, ആ ബിസിനസ് നടത്തുന്ന ആളുടെ ഇൻകം ഇൻക്രീസ് ചെയ്യുകയാണ്. അതേപോലെ തന്നെ ആ ബിസിനസ്സിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓരോ വ്യക്തിയുടെ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ഇൻകം തന്നെയാണ് നേഷൻ ലെവൽ നോക്കുമ്പോൾ അവിടെ ഇൻക്രീസ് ആവുന്നത്. അത് നമ്മുടെ രാജ്യത്തെ എക്കണോമിക് ഡെവലപ്മെന്റ് തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം ഓരോ ആൾക്കാരെയും ആ ഒരു ലോ ഇൻകം സ്ട്രക്ചറിൽ നിന്ന് എല്ലാവരും ഹൈ ഇൻകം സ്ട്രക്ചറിലേക്ക് മാറ്റാൻ വേണ്ടി സാധിക്കുന്നതാണ് ജനറേഷൻ ഓഫ് ഇൻകം. മൂന്നാമത്തെയാണ് സെൽഫ് എംപ്ലോയ്മെന്റ്. എപ്പോഴും എന്താണ് ബിസിനസ് എന്ന് പറയുമ്പോൾ ആൾക്കാർ കൺസിഡർ ചെയ്യുന്നത് സെൽഫ് എംപ്ലോയ്മെന്റ് ആയിട്ടാണ് കാണുന്നത്. അവർക്ക് അതിലൂടെ ആ മണിയിലൂടെ അവർക്ക് ഫാമിലിനെ സൊസൈറ്റിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ജോലി അന്വേഷണം നടക്കുന്ന ആൾക്കാർക്ക് ജോബ് സീക്കേഴ്സിന് ഏറ്റവും കൂടുതലും ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ റിലീഫായി വന്ന ഒന്നാണ് ബിസിനസ് എന്നത്. കാരണം അവിടെ അവർക്ക് ആരെയും പിറകടക്കേണ്ട ആവശ്യമില്ല. അവർക്ക് നേരത്തെ തന്നെ സ്വന്തമായിട്ട് തന്നെ അവർക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇനി നാലാമത്തെയാണ് ക്രിയേഷൻ ഓഫ് ജോബ്. സെൽഫ് എംപ്ലോയ്മെന്റ് മാത്രം അല്ലെങ്കിൽ സെൽഫ് ജോബ് മാത്രമല്ല അവിടെ ഉള്ളത്. അവിടെ അവർക്ക് എന്താണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള കുറച്ച് പേർക്കെങ്കിലും അവർക്ക് ജോലി കൊടുക്കാനും സാധിക്കുന്നുണ്ട്. കാരണം അവിടെ ഒരു വ്യക്തി മാത്രമല്ല ബിസിനസ് റൺ ചെയ്യുക, അവിടെ അവർക്ക് വർക്കേഴ്സും അവരുടെ കീഴിൽ കുറേ വർക്കേഴ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ കൂടുതൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി അവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അഞ്ചാമത്തെയാണ് പേയ്മെന്റ് ഓഫ് ടാക്സ്. നമുക്കറിയാം ബിസിനസ് നടത്തുമ്പോൾ അവിടെ ഉറപ്പായിട്ട് നമുക്ക് ടാക്സ് അടയ്ക്കാനുണ്ട്. അങ്ങനെ കൃത്യമായിട്ട് ടാക്സ് അടയ്ക്കുമ്പോൾ അവിടെ ഗവൺമെന്റിനും ഒരു ഏർണിങ്സ് അവിടെ ഏർണിങ്സ് ഇട്ടാണ്. ആ ഏർണിങ്സിലൂടെ ഗവൺമെന്റ് എന്ത് ചെയ്യും, ഹെൽത്ത് കെയർ പ്രൊമോട്ട് ചെയ്യും, അതുപോലെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്കൂൾ ബിൽഡ് ചെയ്യും. അങ്ങനെ ആ ടാക്സ് വെച്ച് ഗവൺമെന്റ് നല്ല രീതിയിൽ യൂസ് ചെയ്ത് നമ്മുടെ നേഷൻ ഡെവലപ്ഡ് ആവാണ് അവിടെ. ആറാമത്തെയാണ് ക്രിയേഷൻ ഓഫ് യൂട്ടിലിറ്റി ആൻഡ് എക്കണോമിക് വാല്യൂ. നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ കയ്യിലുള്ള ഓരോ ഗുഡ്സിനെ ഏറ്റവും മാക്സിമം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക, ഏറ്റവും ഗുഡ് അതിൽ കൊണ്ടുവരിക, അതാണ് നോക്കുക. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ യൂട്ടിലിറ്റിയും അല്ലെങ്കിൽ എക്കണോമിക് വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ ബിസിനസ് ശ്രമിക്കുന്നുണ്ട്. ഇനി ഏഴാമത്തെയാണ് യൂട്ടിലൈസേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. എപ്പോഴും ബിസിനസ് എന്ത് ചെയ്യുന്നതാണ് അവിടെ സ്കേഴ്സ് ആൻഡ് നാച്ചുറൽ റിസോഴ്സ് ഏറ്റവും നല്ല രീതിയിൽ യൂസ് ചെയ്ത് മാസ് പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അവിടെ നല്ല രീതിയിൽ നാച്ചുറൽ റിസോഴ്സ് യൂട്ടിലൈസ് ചെയ്യേണ്ടവർക്ക് സാധിക്കുന്നുണ്ട്. ലാസ്റ്റ് പോയിന്റ് ആണ് മാൻ പവർ ഡെവലപ്മെന്റ്. അപ്പോൾ ഏതൊരു ബിസിനസ് ആയിക്കോട്ടെ അതിന് സക്സസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ആ കമ്പനി അല്ലെങ്കിൽ ആ ഒരു ബിസിനസ്സിൽ വർക്ക് ചെയ്യുന്ന
ആ പേഴ്സൺ അല്ലെങ്കിൽ വർക്കേഴ്സിൻ്റെ ക്വാളിറ്റി പോലെ ഇരിക്കും. അപ്പോൾ ഏറ്റവും ഒരു ബിസിനസ് നല്ല റൺ ചെയ്യണമെങ്കിൽ നല്ല രീതിയിൽ തന്നെ ട്രെയിനിങ് ഈ മാൻ പവറിന് കൊടുക്കണം. അപ്പോൾ ഏറ്റവും സ്കിൽഡ്, നോളജ്, എഫിഷ്യൻസി ഉള്ള മാൻ പവറിനെ മാത്രമേ അവർ എന്ത് ചെയ്യുള്ളൂ ബിസിനസ്സിൽ കൊണ്ടുവരുള്ളൂ. അപ്പോൾ അവർക്ക് മാത്രമേ ഏറ്റവും ബെറ്റർ ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. അപ്പോൾ എപ്പോഴും ആൾക്കാർ എന്ത് ചെയ്യും, അവരുടെ എഫിഷ്യൻസിയും അല്ലെങ്കിൽ അവരുടെ സ്കില്ല് എപ്പോഴും ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇതെല്ലാമാണ് മെയിൻ പോയിന്റ്സ്. അപ്പോൾ ഏതൊക്കെ പോയിന്റ്സ് ഒന്ന് നോക്കാം. അപ്പോൾ റോൾ ഓഫ് ബിസിനസ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ഇൻക്രീസ് ജി ഡി പി ഇൻക്രീസ് ചെയ്യണം. അതുപോലെ തന്നെ ഇൻകം ജനറേറ്റ് ചെയ്യും. മൂന്നാമത്തെ സെൽഫ് എംപ്ലോയ്മെൻ്റ് ആണ്. സെൽഫ് എംപ്ലോയ്മെൻറ്റ് മാത്രമല്ല, അവർ വേറെ ആൾക്കാർക്കും ജോബ് ക്രിയേറ്റ് കൊടുക്കുന്നത്, ക്രിയേഷൻ ഓഫ് ജോബ്. പിന്നെന്താണ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ്, ക്രിയേഷൻ ഓഫ് യൂട്ടിലിറ്റി ആൻഡ് എക്കണോമിക് വാല്യൂ, യൂട്ടിലൈസേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് ലാസ്റ്റ് പോയിന്റ് ആണ് മാൻ പവർ ഡെവലപ്മെൻറ്റ്. സോ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. മെയിനായിട്ട് നമ്മൾ 5 ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെയാണ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്. ഇറ്റ് ഈസ് ദ ഓൾഡസ്റ്റ് ടൈപ്പ് ഓഫ് ബിസിനസ് ഓൺ ബൈ എ സിംഗിൾ പേഴ്സൺ. ഒരു സിംഗിൾ പേഴ്സൺ ഓൺ ചെയ്യുന്ന ഒരു ഓൾഡസ്റ്റ് ടൈപ്പ് ഓഫ് ബിസിനസ് ആണ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ ബിസിനസ് റൺ ചെയ്യുന്നതും ആ ഒരു പ്രൊപ്പറേറ്റർ തന്നെയായിരിക്കും. അതേപോലെ തന്നെ ആ ഒരു ബിസിനസ് എന്ന് പറയുന്ന എല്ലാ ലയബിലിറ്റീസും കൈകാര്യം ചെയ്യേണ്ടത് ആരെന്നെയായിരിക്കണം, ആ ഒരു പേഴ്സൺ തന്നെയായിരിക്കും. ആ ഒരു ബിസിനസ്സിന് പ്രോഫിറ്റ് എന്നാലും ലയബിലിറ്റി എന്നാലും എല്ലാം സഹിക്കേണ്ടത് അദ്ദേഹം തന്നെയാണ്. അതേപോലെ തന്നെ ആ ബിസിനസ്സിന് ഉണ്ടാവുന്നത് ലയബിലിറ്റിയും അദ്ദേഹത്തിന് ഉണ്ടാവുന്നത് അൺലിമിറ്റഡ് ലയബിലിറ്റി ആയിരിക്കും. അദ്ദേഹത്തിന് ഒരു ലിമിറ്റും അല്ലെങ്കിൽ ഇങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റില്ല. കാരണം അത് ഫുള്ളായിട്ട് ഓൺ ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും ആ ഒരു സിംഗിൾ പേഴ്സൺ തന്നെയാണ്. ഇനി രണ്ടാമത്തെയാണ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി അല്ലെങ്കിൽ HUF എന്നത്. ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയുടെ വേറെ ടേമാണ് ജോയിൻറ്റ് ഹിന്ദു ഫാമിലി എന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് കാര്യം നോക്കാം. ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ഓർ ജോയിൻറ്റ് ഫാമിലി ഈസ് എ യൂണിക് ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ക്രിയേറ്റഡ് ആസ് പെർ ദ പ്രൊവിഷൻ ഓഫ് ഹിന്ദു ആക്ട്. ഹിന്ദു ആക്ട് പ്രകാരം രൂപം കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് ഓർഗനൈസേഷനാണ് HUF അല്ലെങ്കിൽ ജോയിൻറ്റ് ഹിന്ദു ഫാമിലി എന്ന് പറഞ്ഞിട്ടുള്ളത്. The business of the family is managed by the eldest male member who is known as Karta. അപ്പോൾ എന്താണ് ആ ഒരു ബിസിനസ് ഫുള്ളായിട്ട് മാനേജ് ചെയ്യുന്നത് ആരാണ്? ആ ഒരു ഫാമിലിയിലെ ഏറ്റവും എൽഡസ്റ്റ് ആയിട്ടുള്ള മെയിൽ മെമ്പർ ആയിരിക്കും. അദ്ദേഹത്തിന് വിളിക്കുന്ന പേര് കർത്ത എന്നാണ്. ഹിസ് ലയബിലിറ്റി ഈസ് അൺലിമിറ്റഡ്. ആ ഒരു കർത്തയുടെ ലയബിലിറ്റി മാത്രം അൺലിമിറ്റഡ് ആണ്. But the liability of other family member is limited to the extent of their interest in the family business. എന്നാൽ ബാക്കിയുള്ള മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി എന്നത് ലിമിറ്റഡ് ആയിരിക്കും. അവർക്ക് എന്തോരം ആ ബിസിനസ്സിൽ അവർ പെർഫോം ചെയ്യണ്ടോ അത്രയും മാത്രമേ അവർക്ക് ഉണ്ടാവുക ലയബിലിറ്റി എന്നത്. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് നോക്കാം. 4 ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെയാണ് ഓൾ മെമ്പർ ലീവ് അണ്ടർ വൺ റൂഫ്. എല്ലാ ആൾക്കാരും ഒന്നിച്ചായിരിക്കും ഇവിടെ താമസിക്കുക, ജോയിൻറ്റ് ഫാമിലി ആണ്ട്. രണ്ടാമത്തെ ഇറ്റ് ഹാസ് എ കോമൺ പൂൾ ഓഫ് പ്രോപ്പർട്ടി. അതേപോലെ ഇവർക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് പ്രോപ്പർട്ടി ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഓൾ ഡിസിഷൻ ആർ ടേക്കൺ ബൈ ദ മെയിൽ ഹെഡ് ഓഫ് ദ ഫാമിലി. ആ ഒരു ഫാമിലിയിലെ മെയിൽ ഹെഡായിരിക്കും ആ ഒരു ബിസിനസ്സിലെ എല്ലാ ഡിസിഷൻസും എടുക്കുക. ലാസ്റ്റ് പോയിന്റ് ഇറ്റ് കംസ് അണ്ടർ ഹിന്ദു ആക്ട്. ഹിന്ദു ആക്ട് പ്രകാരമാണ് ആ ഒരു ബിസിനസ് ഫോം ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ 2 പഠിച്ചു, സോൾ പ്രൊപ്പറേറ്റർഷിപ്പും ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി അല്ലെങ്കിൽ ജോയിൻറ്റ് ഹിന്ദു ഫാമിലി. ഇനി മൂന്നാമത്തെയാണ് പാർട്ണർഷിപ്പ്. ഇൻ പാർട്ണർഷിപ്പ് ബിസിനസ് 2 or more person join together on the basis of a legal document to achieve a common goal of generating profit. പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ 2 or അതിൽ കൂടുതൽ ആൾക്കാർ ഒന്നിച്ച് ചേർന്ന് ഒരു ലീഗൽ ഡോക്യുമെൻറ്റിൻ്റെ ബേസിസിൽ അവർ ഒരു കോമൺ ഗോൾ എന്താണ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യേണ്ടി ഒന്നിച്ച് കൂടി ഒരു ബിസിനസ് നടത്തുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇൻ പാർട്ണർഷിപ്പ് ഈച്ച് പാർട്ണർ ഈസ് പേഴ്സണലി ലയബിൾ ഫോർ ദ ഡെറ്റ് ഇൻകേർഡ് ബൈ ദ ഫേം. ഓരോ പാർട്ണറിനും അവിടെ പേഴ്സണൽ ലയബിലിറ്റി ഉണ്ടാവും. ആ ഒരു ബിസിനസ്സിൽ എന്ത് ലയബിലിറ്റി എന്നാലും 2 പേരും ഈക്വലി അതിൽ ലയബിൾ ആയിരിക്കും. ദ പാർട്ണർഷിപ്പ് ഫോം ഇസ് ഫോം ആസ് പെർ ദ പ്രൊവിഷൻ ഓഫ് ദ പാർട്ണർഷിപ്പ് ആക്ട് 1932. 1932 പാർട്ണർഷിപ്പ് ആക്ട് പ്രകാരമാണ് ആ ഒരു പാർട്ണർഷിപ്പ് ഫോം ചെയ്തിട്ടുള്ളത്. ഇനി നാലാമത്തെയാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. എ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ഈസ് ക്രിയേറ്റഡ് അക്കോർഡിംഗ് ടു ദ പ്രൊവിഷൻ ഓഫ് ദ കമ്പനി ആക്ട് 1956. 1956 കമ്പനി ആക്ടിലെ പ്രകാരം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറഞ്ഞിട്ടുള്ളത്. ദ ഓണർഷിപ്പ് ഈസ് വെസ്റ്റഡ് വിത്ത് ദ ഷെയർ ഹോൾഡേഴ്സ്. ആ ഒരു കമ്പനിയുടെ ഓണർഷിപ്പ് ആരിലേക്കും അത് ഷെയർ ചെയ്ത് പോയിരിക്കുന്നത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിലായിരിക്കും. എ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ഈസ് മാനേജ്ഡ് ബൈ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് who are the representative of the shareholders. അപ്പോൾ ആ ഷെയർ ഹോൾഡേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ട്
ഈ പറയുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും ആ ഒരു കമ്പനിനെ കൺട്രോൾ ചെയ്യുക. ദ ക്യാപിറ്റൽ ഓഫ് എ ജോയിന്റ് കമ്പനി ഈസ് പുട്ട് ടുഗെദർ ഇൻ ടു എ കോമൺ അക്കൗണ്ട് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് ദ കോൺട്രിബ്യൂഷൻ റിസീവ്ഡ് ഫ്രം ദ ഇൻഡിവിജ്വൽ ഷെയർ ഹോൾഡർ. All the shareholders of the company have limited liability and are free to sell or transfer their share. അപ്പോൾ എന്താണ് ഇവിടെ ക്യാപിറ്റൽ, ആ ജോയിന്റ് കമ്പനി ക്രിയേറ്റ് ചെയ്യുന്ന ഫുൾ ക്യാപിറ്റലും ഒരു കോമൺ അക്കൗണ്ടിലേക്കായിരിക്കും അത് ട്രാൻസ്ഫർ ചെയ്യുക. എന്നിട്ട് ഓരോ ഇൻഡിവിജ്വൽ ഷെയർ ഹോൾഡേഴ്സിനും അവർ കൊണ്ടുവന്നിരിക്കുന്ന കോൺട്രിബ്യൂഷൻ അനുസരിച്ച് അവർക്ക് കൊടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഷെയർ ഹോൾഡേഴ്സിന് അവർക്ക് ലിമിറ്റഡ് ലയബിലിറ്റിയാണ്. അതേപോലെ തന്നെ അവരുടെ ഷെയർസ് അവർക്ക് സെല് ചെയ്യാനും ട്രാൻസ്ഫർ ചെയ്യാനായിട്ടും ഉണ്ട്. ഇനി അഞ്ചാമത്തെയാണ് കോപ്പറേറ്റീവ്. അഞ്ചാമത്തെ, it is a business organization formed, owned and operated by a group of individuals, mostly by farmers or consumers, that produce and distribute goods and services for their mutual benefits. അപ്പോൾ എന്താണ്, ഒരു കൂട്ടം ആൾക്കാർ, ഇൻഡിവിജ്വൽസ്, ലൈക്ക് ചിലപ്പോൾ ഫാമേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് ആയിരിക്കും, സാധാരണക്കാർ. അവർ ഓപ്പറേറ്റ് ചെയ്ത് റൺ ചെയ്യുന്നതിന് വേണ്ടിയാണ് അവരതിലൂടെ പ്രൊഡക്ട്സ്, ഗുഡ്സും സർവീസസും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു ഫോർ ദേ മ്യൂച്വൽ ബെനിഫിറ്റ്. അവരുടെ ആ ഒരു മെമ്പേഴ്സിന് ബെനിഫിറ്റിന് മാത്രം അവരാണ് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നത്. എ കോപ്പറേറ്റീവ് ഈസ് എ ഡ്യൂലി രജിസ്റ്റേർഡ് അസോസിയേഷൻ ഓഫ് പേഴ്സൺ വോളണ്ടറി യുണൈറ്റഡ് ടുഗെദർ ടു അറ്റൈൻ എ ലോഫുൾ കോമൺ സോഷ്യൽ ഓർ എക്കണോമിക് ഗോൾ ആൻഡ് ഓഫറിംഗ് ഈക്വൽ കോൺട്രിബ്യൂഷൻ ടു ദ ക്യാപിറ്റൽ ആൻഡ് എഗ്രി ടു ഷെയർ എ റീസണബിൾ പോർഷൻ ഓഫ് ദ പ്രോഫിറ്റ് ആൻഡ് റിസ്ക് ഓഫ് ദ അണ്ടർടേക്കിംഗ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ. അപ്പോൾ ഒരു ഡ്യൂലി രജിസ്റ്റേർഡ് അസോസിയേഷൻ തന്നെയാണ് കോപ്പറേറ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ അവരൊരു കോമൺ സോഷ്യൽ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണ് ഒന്നിച്ച് കുതിട്ടുള്ളത്. അതേപോലെ തന്നെ അവരവിടെ അവിടുത്തെ ക്യാപിറ്റൽ ഈക്വലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത് തുടങ്ങിയ ആ ഒരു ബിസിനസ്, അത് കിട്ടുന്ന എല്ലാ പ്രോഫിറ്റും കൃത്യമായിട്ട് ഷെയർ ചെയ്യും. അതേപോലെ പ്രോഫിറ്റ് മാത്രമല്ല, റിസ്ക്കും അതേപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ ഈ 5 കാര്യങ്ങളാണ്, 5 എണ്ണമാണ് നമ്മുടെ ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷനിൽ വരുന്നത്. ഈ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് എന്താണ് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസ്, അല്ലെങ്കിൽ എന്താണ് PSE എന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസ് അല്ലെങ്കിൽ PSEയുടെ വേറെ പേരാണ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്, PSU എന്നത്. അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു PSUവിൻ്റെ ഷെയർസ് എല്ലാം സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത് അൺലിസ്റ്റഡ് ആയിരിക്കും. അതിൻ്റെ മേജർ ഓണർഷിപ്പും വെസ്റ്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിലും സ്റ്റേറ്റ് ഗവൺമെൻറ്റിലും ആയിരിക്കും. ഇനി ചില PSUs ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ചില സ്പെഷ്യൽ ആക്ട് പാസ് ചെയ്തിട്ടായിരിക്കും, ലൈക്ക് പാർലമെൻറ്റിലൊക്കെ സ്പെഷ്യൽ ആക്ട് പാസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ഫോർ എക്സാമ്പിൾ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ, LIC ഒക്കെ ഫോം ചെയ്തിട്ടുള്ളതുപോലെ ഓരോ പാർലമെൻറ്റിൽ ഓരോ ആക്ട് പാസ് ചെയ്തിട്ടുണ്ട് ഇതിലാണ്. അപ്പോൾ അതാണ് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസ്. ഇനി നെക്സ്റ്റ് ആണ് നോൺ പ്രോഫിറ്റ് എൻ്റർപ്രൈസ്, NPE. നോൺ പ്രോഫിറ്റ് എൻ്റർപ്രൈസ് വെച്ച് കഴിഞ്ഞാൽ അവിടെ അവർക്ക് ഉണ്ടാക്കുന്ന പ്രോഫിറ്റ്, ആ ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്ന പ്രോഫിറ്റ്സ് ഓണേഴ്സിനോ ഷെയർ ഹോൾഡേഴ്സിനോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നില്ല, പകരം അവർ അവരുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഹോസ്പിറ്റൽസ്, പിന്നെ എന്താണ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കൾച്ചറൽ ഓർഗനൈസേഷൻ, ഇതൊക്കെ എന്താണ്, അതെല്ലാം അവർ ഇങ്ങനത്തെ സ്ഥാപനങ്ങളെല്ലാം പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ആ പ്രോഫിറ്റ് ഷെയർ ഹോൾഡേഴ്സോ ഓണേഴ്സോ യൂസ് ചെയ്യാണ്ട് അത് ആ ഒരു ഓർഗനൈസേഷൻ എന്തിനു വേണ്ടി റൺ ചെയ്യുന്നത് അതിനുവേണ്ടി ഉപയോഗിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഹോസ്പിറ്റലാണെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിൽ പ്രോഫിറ്റ് അവരുടെ ഹോസ്പിറ്റൽ ആവശ്യങ്ങൾക്ക് വേണ്ടി തന്നെ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ഇങ്ങനത്തെ ഉള്ള ഒരു എൻ്റർപ്രൈസിലേക്ക് പ്രോഫിറ്റ് ആയിരിക്കില്ല അവരുടെ അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള പ്രൈമറി ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ളത്. പ്രോഫിറ്റ് അവർ മെയിനായിട്ട് എന്താണ് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും, അവർ ഉപയോഗിക്കുന്നത് ആ ഒരു ബിസിനസ് നല്ല റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ഇവിടെ പകരം പ്രോഫിറ്റ് എന്ന് പറയാണ്ട് ഇവിടെ പകരം ഉപയോഗിക്കുന്ന വേർഡാണ് സർപ്ലസ്, ഇൻക്രീസ് ഇൻ ഫണ്ട് ബാലൻസ്, അങ്ങനെയൊക്കെ ഉപയോഗിക്കുക. കാരണം പ്രോഫിറ്റ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇവർക്കൊന്നും ഒന്നുകൂടെ ഏൺ ചെയ്യുന്നില്ല. സോ നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കാണ് ഡിഫറെൻറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓഫ് ബിസിനസ്. ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ അവിടെ ഡിഫറെൻറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടാവും. സ്റ്റേക്ക് ഹോൾഡേഴ്സ് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഓർഗനൈസേഷൻ എക്സിസ്റ്റ് ആവാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ നിലനിന്ന് പോകാൻ വേണ്ടി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, ഹെൽപ്പ് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ വിളിക്കുന്ന പേരാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ആ ഒരു ബിസിനസ് ഓപ്പറേഷനിലൂടെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ളവരോ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ആവാൻ ചാൻസ് ഉള്ളവരൊക്കെ നമുക്ക് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് വിളിക്കാം. അപ്പോൾ നമുക്കിവിടെ 2 ടൈപ്പ് ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. ഇന്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്, എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. അപ്പോൾ ഇനി എന്തൊക്കെയാണ് ഇന്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് നോക്കാം. They are person inside the business who are actively participate in its day-to-day operation and thereby are affected by the business. They are owners, managers and employees. അപ്പോൾ എന്താണ്, നമ്മുടെ ബിസിനസ്സിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരെ വിളിക്കുന്ന പേരാണ് ഇന്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്നത്. അപ്പോൾ ഇന്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ ആരൊക്കെ വരും? ഓണേഴ്സ് ഉണ്ടാവും, മാനേജേഴ്സ് ഉണ്ടാവും, എംപ്ലോയീസ് ഉണ്ടാവും. ഒന്നാമത്തെയാണ് ഓണർ.
ഏറ്റവും കൂടുതൽ ഓണറിൻ്റെ ഇമ്പോർട്ടൻ്റ് ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്, പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യണം, അതേപോലെ എല്ലാ കാര്യം ഡയറക്റ്റ് ചെയ്യുക, എല്ലാ ടീമിനും ലീഡ് ചെയ്യുക, പിന്നെന്താണ് നമ്മുടെ ബിസിനസ്സിൻ്റെ പെർഫോമൻസിൻ്റെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ മെഷേഴ്സ് ടേക്ക് ചെയ്യുക, മോണിറ്റർ ബെനിഫിറ്റ്സ് ലൈക്ക് പ്രോഫിറ്റ് ഒക്കെ അച്ചീവ് ചെയ്യുക. ഇതെല്ലാമാണ് മെയിനായിട്ട് ഓണറിന് വരുന്ന ഇമ്പോർട്ടൻറ്റ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എ പേഴ്സൺ ഓർ എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ ഹു ഹാസ് സ്റ്റാർട്ടഡ് എ ബിസിനസ് ആൻഡ് മാനേജ് ഇറ്റ് ഫോർ അച്ചീവിങ് സം എക്കണോമിക് ഗെയിൻ ആർ കോൾഡ് ഓണേഴ്സ്. അപ്പോൾ ആ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു ബിസിനസ്സിലൂടെ എന്തെങ്കിലും എക്കണോമിക് ഗെയിൻ അച്ചീവ് ചെയ്യണം എന്ന് പറഞ്ഞ് ആ ബിസിനസ്സിനെ മാനേജ് ചെയ്യുന്ന ആളെ നമ്മൾ ഓണർ എന്ന് വിളിക്കുന്നത്. ഇനി രണ്ടാമത്തെയാണ് മാനേജർ. ദേ ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജിങ് ദ ബിസിനസ് ആസ് പെർ ദ ഇൻട്രസ്റ്റ് ഓഫ് ദ ഓണർ. ഓണറിൻ്റെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഓണർ പറഞ്ഞിരിക്കുന്ന റൂൾസ് പ്രകാരം ആ ഒരു ബിസിനസ്സിനെ മാനേജ് ചെയ്യാൻ റെസ്പോൺസിബിലിറ്റി ഉള്ള ആൾക്കാരാണ് മാനേജേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി മൂന്നാമത്തെയാണ് എംപ്ലോയീസ്. An employee is any person hired by the owner to perform a particular job. ആ ഒരു പർട്ടിക്കുലർ ജോബ് പെർഫോം ചെയ്യാൻ വേണ്ടി ഓണർ സെലക്ട് ചെയ്യുന്ന ഒരു പേഴ്സണെ വിളിക്കുന്ന പേരാണ് എംപ്ലോയി എന്ന് പറഞ്ഞിട്ടുള്ളത്. എംപ്ലോയി കോൺട്രിബ്യൂട്ട് ദ ലേബർ ആൻഡ് എക്സ്പെർട്ടൈസ് ടു അച്ചീവ് ദ ഡിസൈഡ് ഔട്ട്പുട്ട്. അപ്പോൾ എംപ്ലോയീസ് എന്ത് ചെയ്യും, ആ ഒരു കൃത്യമായിട്ട് ഒരു വർക്ക് പ്രൊവൈഡ് ചെയ്ത് ആ ഒരു ഡിസൈഡ് ഒബ്ജക്റ്റീവ് വരെ അച്ചീവ് ചെയ്യുന്നു. ഇൻട്രസ്റ്റ് ഓഫ് എംപ്ലോയി ഇൻക്ലൂഡ് വേജസ്, സാലറി, ജോബ് സെക്യൂരിറ്റി, റിലേഷൻഷിപ്പ് ആൻഡ് അതർ ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഫ്രം ദ ബിസിനസ്. അപ്പോൾ എംപ്ലോയീസ് ആകുമ്പോൾ അവർക്ക് വേണ്ടത് വേജസും സാലറിയും ജോബ് സെക്യൂരിറ്റിയും റിലേഷൻഷിപ്പും അതേപോലെ നല്ല രീതിയിലുള്ള ഫിനാൻഷ്യലും നോൺ ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് ഒക്കെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിൽ വരുന്നത്. സോ നെക്സ്റ്റ് ആണ് ഇനി എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. നമ്മുടെ ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ ഓപ്പറേഷനിൽ എൻഗേജ്ഡ് അല്ലെങ്കിൽ പോലും ബിസിനസ് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് പാർട്ടീസിനെ വിളിക്കുന്ന പേര് എക്സ്റ്റേണൽ പാർട്ടീസ് അല്ലെങ്കിൽ പാർട്ടീസ് ഔട്ട്സൈഡ് ദ ബിസിനസ് ആണ് എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്നത്. അപ്പോൾ ഇത് വരുന്നതാണ് ഷെയർ ഹോൾഡേഴ്സ്, കസ്റ്റമേഴ്സ്, ക്രെഡിറ്റേഴ്സ്, സപ്ലയേഴ്സ്, ഗവൺമെൻറ്, സൊസൈറ്റി. ഷെയർ ഹോൾഡേഴ്സ് ആരാണ്? ഒരു കമ്പനിയുടെ ഒന്നോ അതിൽ കൂടുതലോ ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഒരു പേഴ്സണോ ഒരു കമ്പനിയോ ആവാം ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ മെയിൻ ഇൻട്രസ്റ്റ് എന്താണ്? അവർക്ക് നമ്മുടെ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് ഡിവിഡൻഡ് ആയിട്ട് അവർക്ക് കിട്ടണം. അതേപോലെ തന്നെ ബിസിനസ്സിൻ്റെ പെർഫോമൻസ് ഒക്കെ എക്സാമിൻ ചെയ്ത് നടത്തുക. അതാണ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ മെയിൻ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി രണ്ടാമത്തെയാണ് കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സ് ആരാണ്? നമ്മുടെ ബിസിനസ് കൊണ്ടുവരുന്ന പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നതോ ബൈ ചെയ്യുന്ന ആളെയാണ് നമ്മൾ കസ്റ്റമർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അവർക്ക് എന്താ വേണ്ടത്? അവർക്ക് വേണ്ടത് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റും നല്ല റീസണബിൾ പ്രൈസിലും നല്ല കസ്റ്റമർ റിലേഷൻഷിപ്പും സർവീസൊക്കെയാണ് കസ്റ്റമേഴ്സിന് വേണ്ടത്. അടുത്താണ് ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫണ്ട് തരുന്ന ബിസിനസ്സിലേക്ക് ഫണ്ട് തരുന്നവരെയാണ് നമ്മൾ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് ആസ് എ ലോൺ. അപ്പോൾ ലോൺ തരുന്നത് ഒരു പേഴ്സൺ ആവാം, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആവാം, അല്ലെങ്കിൽ ഒരു കമ്പനി ആവാം. അപ്പോൾ ആരാണ് നമുക്ക് ലോൺ തരുന്നത് അവർ നമ്മൾ ക്രെഡിറ്റർ എന്ന് പറയും. ക്രെഡിറ്ററിൻ്റെ മെയിൻ ഇൻട്രസ്റ്റ് എന്താണ്? അവർക്ക് നമ്മുടെ ബിസിനസ്സിൻ്റെ ക്രെഡിറ്റ് വർത്തിനെസ് ആണ് അറിയേണ്ടത്. കൃത്യമായിട്ട് റീപേ ചെയ്യുമോ, ലോൺസിൻ്റെ ടേംസ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, സെക്യൂരിറ്റി, ഇതൊക്കെയാണ് അവർക്ക് മെയിനായിട്ട് അറിയേണ്ടത്. അടുത്താണ് സപ്ലയേഴ്സ്. നമ്മുടെ ബിസിനസ്സിലേക്ക് റോ മെറ്റീരിയൽസും അതേപോലെ തന്നെ ക്യാപിറ്റൽ ഗുഡ്സും സപ്ലൈ ചെയ്യുന്ന ഒരു പേഴ്സണെയോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനോ വിളിക്കുന്ന പേരാണ് സപ്ലയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അവർക്ക് അറിയേണ്ടത് എന്താണ്? ബിസിനസ്സിന്റെ പർച്ചേസിംഗ് പവർ എന്തോരുണ്ട്, അവരുടെ ക്രെഡിറ്റ് വർത്തിനെസ് എന്തോരുണ്ട് എന്നൊക്കെയാണ് സപ്ലയേഴ്സിന് അറിയേണ്ടത്. ഇനി അടുത്താണ് ഗവൺമെന്റ്. നമ്മുടെ നേഷനെ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു ഗവേണിംഗ് ആയിട്ടുള്ള ആ ഒരു പാർട്ടിയാണ് നമ്മുടെ ഗവൺമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അവരെയൊക്കെ നമുക്ക് കൃത്യമായിട്ട് റൂൾസും റെഗുലേഷൻസും ലോസ് ഒക്കെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതൊക്കെ എനാക്ട് ചെയ്യുന്നത്. അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക? ബിസിനസ് റൺ ചെയ്യുക. അപ്പോൾ അവിടെ നമ്മുടെ ഗവൺമെന്റിന്റെ മെയിൻ ആയിട്ടുള്ള അവരുടെ ഇൻട്രസ്റ്റ് എന്താണ്? കൃത്യമായിട്ട് ടാക്സ് അടിക്കുന്നുണ്ടോ, സബ്സിഡീസ് കൃത്യം കിട്ടുന്നുണ്ടോ, ഫിനാൻഷ്യൽ എയ്ഡ്സ്, അതുപോലെ തന്നെ നമ്മൾ റൂൾസ് ഒക്കെ അനുസരിച്ച് തന്നെയാണോ ബിസിനസ് നടത്തിക്കൊണ്ട് പോവുക, ഇതൊക്കെയാണ് ഗവൺമെന്റ് നോക്കുന്നത്. ലാസ്റ്റ് വൺ ആണ് സൊസൈറ്റി. സൊസൈറ്റി വെച്ച് എന്താണ്? നമ്മുടെ ബിസിനസ് എവിടെയാണ് നിലനിൽക്കുന്നത് അവിടെ സൊസൈറ്റി എന്ന് വിളിക്കാം. ദ കമ്മ്യൂണിറ്റി ഇൻ വിച്ച് എ ബിസിനസ് എക്സിറ്റ്, അവിടെ നമ്മൾ ബിസിനസ് നിൽക്കുന്നത്. അപ്പോൾ സൊസൈറ്റി എന്ന് പറയുമ്പോൾ ബിസിനസ്സിൽ നിന്ന് കുറേ കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കിട്ടണം, നല്ല എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ഓപ്പറേഷൻ ആയിരിക്കണം, ഷെയർസ്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ സൊസൈറ്റി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സൊസൈറ്റിയുടെ ഇൻട്രസ്റ്റ്. അങ്ങനെ അപ്പോൾ എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ ആരൊക്കെ വരുന്നുണ്ട്? ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും, കസ്റ്റമേഴ്സ് ഉണ്ടാവും, ക്രെഡിറ്റേഴ്സ് ഉണ്ടാവും, സപ്ലയേഴ്സ് ഉണ്ടാവും, ഗവൺമെന്റ് ഉണ്ടാവും, സൊസൈറ്റി ഉണ്ടാവും. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് എന്താണ് ബിസിനസ് എൻവയോൺമെന്റ് എന്നത്. അപ്പോൾ ഇതിലെ ഫസ്റ്റ് ഡെഫിനിഷൻ നമ്മൾ പഠിക്കാൻ പോകുന്നത് ദ എൻവയോൺമെന്റ് ഇൻക്ലൂഡ് ഔട്ട്സൈഡ് ദ ഫേം വിച്ച് ക്യാൻ ലീഡ് ടു ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഓർ ത്രെറ്റ് ടു ദ ഫേം. എൻവയോൺമെന്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേം അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിന്റെ പുറത്തുള്ള കാര്യങ്ങളാണ്.
അതൊന്നില്ലെങ്കിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവരും, അല്ലെങ്കിൽ നമുക്ക് പ്രശ്നങ്ങൾ കൊണ്ടുവരും. ഓൾദോ ദർ ആർ മെനി ഫാക്ടേഴ്സ്, കുറേ ഫാക്ടേഴ്സ് ഉണ്ട് നമ്മുടെ ഫേമിന് പുറത്തായിട്ട്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓഫ് ദ സെക്ടർ, അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് സോഷ്യോ എക്കണോമിക് എന്നത്, ടെക്നിക്കൽ, സപ്ലയർ, കോമ്പറ്റീറ്റേഴ്സ് ആൻഡ് ഗവൺമെൻറ്. ഇതാണ് നമ്മുടെ ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ ഡെഫിനിഷൻ. ഈ നെക്സ്റ്റ് നോക്കാൻ പോകുന്നതാണ് എന്തെല്ലാമാണ് നമ്മുടെ ഈ എൻവയോൺമെൻറ്റ്, ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ ഫീച്ചേഴ്സ്. ഫസ്റ്റ് വൺ ആണ് ടോട്ടാലിറ്റി ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സസ്. Business environment is constituted by all those factors which are outside the business and over which the business has no control. അപ്പോൾ എന്താണ് നമ്മുടെ ഈ ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഒരു എക്സ്റ്റേണൽ ഫോഴ്സിന്റെ ടോട്ടാലിറ്റി ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം എന്താണ്, ബിസിനസിന്റെ പുറത്തുള്ള ഫാക്ടേഴ്സിനെ നമ്മൾ ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ബിസിനസ് അതിൽ ഒരു കൺട്രോളും ചെയ്യാൻ സാധിക്കില്ല. അടുത്താണ് ഈ പറയുന്ന ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ അതിൽ സ്പെസിഫിക് ഫോഴ്സും ഉണ്ട്, ജനറൽ ഫോഴ്സ് ഉണ്ട്. ദ ഫോഴ്സ് പ്രസന്റ് ഔട്ട്സൈഡ് ദ ബിസിനസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 2 parts such as സ്പെസിഫിക് ഫോഴ്സ് ആൻഡ് ജനറൽ ഫോഴ്സ്. അപ്പോൾ ബിസിനസ്സിന് പുറത്തുള്ള ഫോഴ്സ് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. സ്പെസിഫിക് ഫോഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ ജനറൽ ഫോഴ്സ് ഉണ്ട്. സ്പെസിഫിക് ഫോഴ്സ് അഫക്ട് ദ ഫോം ഓഫ് ആൻ ഇൻഡസ്ട്രി സെപ്പറേറ്റ്ലി. സ്പെസിഫിക് ഫോഴ്സ് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഇൻഡസ്ട്രിയിൽ മാത്രം അഫക്റ്റ് ചെയ്യുന്നതാണ്. അത് സ്പെസിഫിക് ആയിട്ട് ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് മാത്രം അഫക്റ്റ് ചെയ്യുന്നതാണ്. അതിനാണ് സ്പെസിഫിക് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ കസ്റ്റമേഴ്സ്, ദെൻ സപ്ലയേഴ്സ്, കോമ്പറ്റീറ്റീവ് ഫോം, ഇൻവെസ്റ്റർ എക്സെട്ര. അപ്പോൾ ഇതൊക്കെയാണ് എന്താണ് സ്പെസിഫിക് ഫോഴ്സിൻ്റെ എക്സാമ്പിൾ. ഇനി ജനറൽ ഫോഴ്സ് വെച്ച് കഴിഞ്ഞാൽ അഫക്ട് ഓൾ ദ ഫോംസ് ഓഫ് എ ഇൻഡസ്ട്രി ഈക്വലി. എല്ലാ ഫോംസിനെ ഒരേപോലെ ബാധിക്കുന്ന ഒരു ഫോഴ്സാണ് ജനറൽ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതാണ് സോഷ്യൽ, ലീഗൽ, എക്കണോമിക്കൽ, പൊളിറ്റിക്കൽ, ടെക്നോളജിക്കൽ, ഇൻസ്റ്റിറ്റ്യൂഷൻ എക്സെട്ര. അപ്പോൾ അതൊക്കെയാണ് സ്പെസിഫിക്കും അതുപോലെ ജനറൽ ഫോഴ്സ് എന്നത്. ഇനി നെക്സ്റ്റ് ആണ് ഇനി അടുത്ത ഇന്റർ റിലേറ്റഡ്. ദ വേരിയസ് ഫോഴ്സസ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ് ആർ ഇന്റർ റിലേറ്റഡ്. ബിസിനസ് എൻവയോൺമെന്റിലുള്ള ഓരോ വേരിയസ് ഫോഴ്സസും ഇന്റർ റിലേറ്റഡ് ആണ്. ഫോർ എക്സാമ്പിൾ ചേഞ്ച് ഇൻ എ ബിസിനസ് റെഗുലേഷൻ വിത്ത് ദ കമ്മിങ് ഓഫ് എ ന്യൂ ഗവൺമെന്റ് ഇൻ പവർ. ഒരു പുതിയ ഗവൺമെൻറ് വരുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും, ബിസിനസ് റെഗുലേഷൻസിൽ ചേഞ്ച് സംഭവിക്കും. അപ്പോൾ എന്താ മനസ്സിലാക്കണ്ടേ, അപ്പോൾ ഗവൺമെൻറ് മാറുമ്പോൾ റൂള് മാറുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വേരിയസ് നമ്മുടെ ബിസിനസ് എൻവയോൺമെൻറ്റ് ഔട്ട്സൈഡ് ബിസിനസ്സിലെ ഓരോ ഫാക്ടേഴ്സിൽ വേരിയേഷൻ ഉണ്ടാകുമ്പോൾ അതെല്ലാം എന്താണ് ഇന്റർ റിലേറ്റഡ് ആണ്, ഫുള്ളും മാറും. അടുത്താണ് ഇനി ഡൈനാമിക്. ബിസിനസ് എൻവയോൺമെൻറ്റ് ഈസ് നോട്ട് സ്റ്റാറ്റിക്, ഇറ്റ് ഈസ് സബ്ജക്റ്റ് ടു ഫ്രീക്വൻറ്റ് ചേഞ്ചസ്. Environment is a mixture of many factors and change in some or the factor continue to take place. അപ്പോൾ ബിസിനസ് എൻവയോൺമെൻറ്റ് സ്റ്റാറ്റിക് അല്ല, എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, ഡൈനാമിക് ആണ്. അപ്പോൾ എപ്പോഴും ഫ്രീക്വൻറ്റ് ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഫാക്ടർ 2 ഫാക്ടർ അല്ല, നിറയെ ഫാക്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ 1 2 എങ്കിലും എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ എന്താണ് ബിസിനസ് എൻവയോൺമെൻറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ചസ് ടേക്ക് പ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അഞ്ചാമത്തെയാണ് അൺസർട്ടനിറ്റി. ആബ്സെൻസ് ഓഫ് സർട്ടനിറ്റി ഈസ് എ റിമാർക്കബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്. നമുക്ക് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ദ ഫാക്ടർ ഓഫ് ദ ബിസിനസ് എൻവയോൺമെൻറ്റ് ചേഞ്ച് ക്വിക്ലി. കാരണം എന്താണ്, നമ്മളുടെ ഈ ഫാക്ടേഴ്സ് ബിസിനസ് എൻവയോൺമെൻറ്റ് ഫാക്ടേഴ്സ് വളരെ പെട്ടെന്നാണ് ചേഞ്ച് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ടെക്നിക്കൽ ചേഞ്ചസ് ആർ വെരി റാപ്പിഡ്. നോബഡി ക്യാൻ ഈസിലി പ്രെഡിക്റ്റ് ദ ഷിഫ്റ്റ് ഇൻ ടെക്നോളജി. അപ്പോൾ നമുക്കറിയാം ഈ ഒരു ടൈം എന്ന് പറയുമ്പോൾ ടെക്നോളജിക്ക് പെട്ടെന്ന് തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഈ ടെക്നോളജി എപ്പോഴൊക്കെയാണ് മാറുന്നത് എന്ന്. അപ്പോൾ അതാണ് അൺസർട്ടനിറ്റി. നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് കിടക്കാം. 6th പോയിന്റ് ആണ് കോംപ്ലക്സിറ്റി. എൻവയോൺമെൻറ്റ് കംപ്രൈസസ് ന്യൂമറസ് ഫാക്ടർ. ഓൾ ദീസ് ഫാക്ടേഴ്സ് ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ. എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഫാക്ടർ മാത്രമല്ല, ഒന്നിൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതെല്ലാ ഫാക്ടേഴ്സ് അതുപോലെ തന്നെ ഇന്റർ റിലേറ്റഡ് ആണ്. Therefore, it is difficult to analyze the individual effect of a particular factor on a business. അതുകൊണ്ട് തന്നെ ഒരു പർട്ടിക്കുലർ ഫാക്ടർ എന്തോരം നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കുന്നുണ്ട് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. The complex nature of the environment sometimes create a major trouble for the analyst that making realistic interpretation and judgment. അതുകൊണ്ട് തന്നെ ഈ ഒരു കോംപ്ലക്സ് നേച്ചർ, എൻവയോൺമെൻറ്റിൻ്റെ കോംപ്ലക്സ് നേച്ചർ എപ്പോഴും ആ ബിസിനസ് എൻവയോൺമെൻറ്റ് അനലൈസ് ചെയ്യുമ്പോൾ കുറേ ഡിഫിക്കൽട്ടീസ് ട്രബിൾസ് കൊണ്ടുവരുന്നത്. കാരണം പെട്ടെന്ന് നമുക്ക് അതങ്ങോട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാനോ ജഡ്ജ്മെൻറ്റ് ചെയ്യാനൊന്നും സാധിക്കുന്നില്ല. അതാണ് 6ാമത്തെ പോയിന്റ്, കോംപ്ലക്സിറ്റി. ഇനി 7ാമത്തെയാണ് റിലേറ്റിവിറ്റി. Business environment is related to the local condition, and this is the reason why the business environment happen to be different in different countries and different even in the same country at different places. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ
ഇവിടെ നമുക്കറിയാം ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ അത് ആ ബിസിനസ് എവിടെയാണോ വർക്ക് ചെയ്യുന്നത് ആ ഒരു ലോക്കൽ കണ്ടീഷൻസിനെയും ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ആ ഒരു ബിസിനസ് റൺ ചെയ്യുക. അപ്പോൾ ഓരോ ഏരിയയിലും ഉണ്ടാവുന്ന ആ ഒരു എൻവയോൺമെന്റ് ഡിഫറെൻ്റ് ആയിരിക്കും. അത് ചിലപ്പോൾ ഓരോ കൺട്രിയിലും വ്യത്യാസം ഉണ്ടാവും, അല്ലെങ്കിൽ സെയിം കൺട്രിയിൽ പല ഏരിയാസിലും നമ്മുടെ ബിസിനസ് എൻവയോൺമെന്റ് ചുറ്റുപാടിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബിസിനസ് എൻവയോൺമെന്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ആ ഒരു ലോക്കൽ കണ്ടീഷൻ, ആ ഒരു ബിസിനസ് നിലനിൽക്കുന്ന ആ ഒരു പ്ലേസിലെ ലോക്കൽ കണ്ടീഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഇതെല്ലാമാണ് മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ്. ഒന്നാമത്തെ എന്താണ്? ടോട്ടാലിറ്റി ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സസ്, സ്പെസിഫിക് ആൻഡ് ജനറൽ ഫോഴ്സ്, ദെൻ ഇന്റർ റിലേറ്റഡ്, ഡൈനാമിക്, അൺസർട്ടനിറ്റി, കോംപ്ലെക്സ് ആൻഡ് റിലേറ്റിവിറ്റി. ഈ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് വാട്ട് ആർ ദ കമ്പോണൻസ് ഓർ ടൈപ്പ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്. 5 മാർക്ക് ക്വസ്റ്റിനോട് ചോദിക്കാറുള്ള ഒന്നാണിത്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് അല്ലെങ്കിൽ കമ്പോണൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്. നമുക്കപ്പോൾ ബിസിനസ് എൻവയോൺമെൻറ്റിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്നാമത്തത് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ്, രണ്ടാമത്തത് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ്. All the factors inside a business collectively develop internal business environment. ഇന്റേണൽ ബിസിനസ് എന്ന് വെച്ചാൽ എന്താണ്? ആ ഒരു ബിസിനസ്സിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ, ആ എല്ലാ ഫാക്ടേഴ്സിനും ഒന്നിച്ച് വിളിക്കുന്ന പേരാണ് ഇന്റേണൽ ബിസിനസ് എൻവയോൺമെന്റ് എന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ വരുന്നത് നോക്കാം. അപ്പോൾ ഇന്റേണൽ എൻവയോൺമെന്റിൽ മെയിനായിട്ട് 5 കാര്യങ്ങളുള്ളത്. ഒന്നാമത്തത് വാല്യൂ, രണ്ടാമത്തത് മിഷൻ, വിഷൻ, ഒബ്ജക്റ്റീവ്, ഗോൾ, മൂന്നാമത്തത് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ, നാലാമത്തത് ഹ്യൂമൻ റിസോഴ്സസ്, അഞ്ചാമത്തെ ഫിനാൻഷ്യൽ ഫാക്ടേഴ്സ്. അപ്പോൾ ഇതെല്ലാമാണ് നമ്മുടെ ഇന്റേണൽ എൻവയോൺമെന്റ്. എന്താണ്? ബിസിനസ്സിന് ഉള്ളിലുള്ള ഫാക്ടേഴ്സ്. അപ്പോൾ അത് 5 അപ്പോൾ നമുക്കിതിൽ ഓരോന്നും നോക്കാം. ഫസ്റ്റ് വൺ ആണ് കോർപ്പറേറ്റ് വാല്യൂസ്. അപ്പോൾ എന്താണ് കോർപ്പറേറ്റ് വാല്യൂസ് നോക്കാം. ദ വാല്യൂസ് പ്രൊവൈഡ് എ ഫ്രെയിംവർക്ക് ഫോർ ദ ഓപ്പറേഷൻ ഓഫ് ദ ബിസിനസ്. നമ്മുടെ ആ ഒരു ബിസിനസ്സിന്റെ ഓപ്പറേഷനെ ഫ്രെയിംവർക്ക് കൊടുക്കുക അല്ലെങ്കിൽ സ്ട്രക്ചർ കൊടുക്കുന്ന കാര്യമാണ് വാല്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. The core values are selected and set by the management of the organization to differentiate it from other organization. അതുപോലെ തന്നെ നമ്മുടെ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിന് ആ ഒരു കോർ വാല്യൂ അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് വാല്യൂ എല്ലാം സെറ്റ് ചെയ്യുകയും സെലക്ട് ചെയ്യുന്നതും അതേതായ ഓർഗനൈസേഷൻ്റെ മാനേജ്മെൻ്റ് ആയിരിക്കും. ആ ഒരു കോർ വാല്യൂ ആയിരിക്കും വേറെ ഓർഗനൈസേഷനിൽ നിന്ന് നമ്മുടെ ഓർഗനൈസേഷനെ മാറ്റുക അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. The values has significant influence in setting the internal environment of the organization. നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഇന്റേണൽ എൻവയോൺമെന്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് റോൾ പ്ലേ ചെയ്യുന്നതാണ് വാല്യൂസ്. ഈ രണ്ടാമത്തെയാണ് വിഷൻ, മിഷൻ, ഒബ്ജക്റ്റീവ് ആൻഡ് ഗോൾ. വിഷൻ, മിഷൻ, ഒബ്ജക്റ്റീവ് ആൻഡ് ഗോൾ ആർ ദ ഇന്റേണൽ ഇഷ്യൂസ് ഓഫ് എ ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ ഇന്റേണൽ ഇഷ്യൂസിനെ വിളിക്കുന്ന 4 ഈ വിഷൻ, മിഷൻ, ഒബ്ജക്റ്റീവ്, ഗോൾസ് എന്നത്. ദേ ഡിഫർ ഫ്രം വൺ ഓർഗനൈസേഷൻ ടു അനദർ. നമുക്കറിയാം ഓരോ ബിസിനസ്സിൻ്റെ വിഷനും അവർ ഒബ്ജക്റ്റീവും ഗോളും എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. അത് ഓരോ ഓർഗനൈസേഷനിലും ഡിഫറെൻ്റ് ആയിരിക്കും വരിക. ദ നേച്ചർ ഓഫ് വിഷൻ, മിഷൻ, ഒബ്ജക്റ്റീവ്, ഗോൾ ഡിസൈഡ് ദ ഡയറക്ഷൻ ഓഫ് എ ബിസിനസ്. ആ ഒരു ബിസിനസ് എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് ഡിസൈഡ് ചെയ്യുന്ന ഈ 4 കാര്യങ്ങളായിരിക്കും. ദേ ഹാവ് എ ക്രിട്ടിക്കൽ റോൾ ഇൻ ഡിസൈനിങ് ദ ഇന്റേണൽ എൻവയോൺമെന്റ് ഓഫ് എൻ ഓർഗനൈസേഷൻ. അതുകൊണ്ട് തന്നെ ആ ഒരു നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഇന്റേണൽ എൻവയോൺമെന്റ് ഡിസൈൻ ചെയ്യുക അല്ലെങ്കിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി ഏറ്റവും ക്രിട്ടിക്കൽ അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റോൾ പ്ലേ ചെയ്യുന്ന 4 കാര്യങ്ങളാണ് ഈ വിഷൻ, മിഷൻ, ഒബ്ജക്റ്റീവ്, ഗോൾ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെയാണ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. Organizational structure gives a clear picture of the allocation of responsibility and function of different branches, departments and level of the organization. അപ്പോൾ ഈ ഓർഗനൈസിങ് സ്ട്രക്ചറിലൂടെയാണ് നമ്മുടെ ആ ഒരു ബിസിനസ്സിൻ്റെ റെസ്പോൺസിബിലിറ്റീസും ഫങ്ഷൻസ് എല്ലാം ക്ലിയർ ആയിട്ട് നമുക്ക് പിക്ചറൈസ് ചെയ്യുന്നത്. ഓരോ ബ്രാഞ്ച് അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഓരോ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ്റെ എന്തോരം ഫങ്ഷൻസ് ഉണ്ട്, എന്തൊക്കെ റെസ്പോൺസിബിലിറ്റി എന്നെല്ലാം മനസ്സിലാവുന്നത് ആ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിലൂടെ ആയിരിക്കും. ഇനി നാലാമത്തെയാണ് ഹ്യൂമൻ റിസോഴ്സസ്. Another critical element of the internal environment is the workforce. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു നമ്മുടെ വിഷൻ, മിഷൻ, ഒബ്ജക്റ്റീവ്, ഗോള് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു റോൾ പ്ലേ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എലമെൻ്റ് ആണ് ഈ ഹ്യൂമൻ റിസോഴ്സസ് അല്ലെങ്കിൽ വർക്ക് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. The human resource activity all the non-human resources in the organization. നമ്മുടെ ഓർഗനൈസേഷനിലുള്ള ബാക്കി എല്ലാ നോൺ ഹ്യൂമൻ റിസോഴ്സസിനെയും ആക്ടിവേറ്റ് ആക്കുക അല്ലെങ്കിൽ ഫങ്ഷൻ ആക്കുന്നത് ഈ ഹ്യൂമൻ റിസോഴ്സസ് ആയിരിക്കും. The materials, machine, money are controlled and managed by the human resources. നമ്മുടെ ആ ഒരു ഓർഗനൈസേഷനിലുള്ള മെറ്റീരിയലും മെഷീനെ മണീനെ എല്ലാം കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്യുന്നത് ഹ്യൂമൻ റിസോഴ്സസ് ആണ്. ഇനി അഞ്ചാമത്തെയാണ് ഫിനാൻഷ്യൽ ഫാക്ടർ. ദ ഫിനാൻഷ്യൽ റിസോഴ്സസ് ഓഫ് ദ കമ്പനി, ഫിനാൻഷ്യൽ പോളിസീസ്, അലോക്കേഷൻ, യൂട്ടിലൈസേഷൻ ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ആർ ദ decisive force of the internal environment of an organization.
ഫിനാൻഷ്യൽ ഫാക്ടർ എന്ന് വെച്ചാൽ എന്താണ്? ആ ഒരു ബിസിനസ്സിലുള്ള അല്ലെങ്കിൽ ആ കമ്പനിയിലുള്ള ഫിനാൻഷ്യൽ റിസോഴ്സിനെ ഉദ്ദേശിക്കുന്നത്. ഫിനാൻഷ്യൽ റിസോഴ്സസും അതേപോലെ ഫിനാൻഷ്യൽ പോളിസീസും എവിടെയൊക്കെ അത് അലോക്കേറ്റ് ചെയ്യണം, എങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യണം, എല്ലാ കാര്യങ്ങളും ഡിസൈഡ് ചെയ്യുന്നതും ഇന്റേണൽ എൻവയോൺമെന്റിൽ വരുന്ന ഒന്ന് തന്നെയാണ്. അപ്പം ഇത്രയൊക്കെയാണ് ഇന്റേണൽ എൻവയോൺമെന്റിലുള്ളത്. നെക്സ്റ്റ് ആണ് ഇനി എക്സ്റ്റേണൽ എൻവയോൺമെന്റ്. അപ്പോൾ എന്താണ് എക്സ്റ്റേണൽ എൻവയോൺമെന്റ്? ഓൾ ദ എലമെന്റ്സ് ഔട്ട്സൈഡ് ആൻ ഓർഗനൈസേഷൻ ദാറ്റ് ആർ റിലവൻറ്റ് ടു ഓപ്പറേഷൻ. നമ്മുടെ ബിസിനസ് നല്ല രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ള റിലവൻ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ്റെ പുറത്തുള്ള എല്ലാ എലിമെൻസിനെ നമുക്ക് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് എന്ന് വിളിക്കാം. ഈ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്നാമത്തെയാണ് മൈക്രോ എൻവയോൺമെൻറ്റ്, രണ്ടാമത്തെ മാക്രോ എൻവയോൺമെൻറ്റ്. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് മൈക്രോ എൻവയോൺമെൻറ്റ്. The micro environment is comprised of factors in the immediate environment of the organization which directly influences performance. നമ്മുടെ ഓർഗനൈസേഷനിലായിട്ട് ഡയറക്റ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ആവുന്ന എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് നമ്മൾ വിളിക്കുന്ന പേരാണ് മൈക്രോ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. They are also known as task environment or operating environment. മൈക്രോ എൻവയോൺമെൻറ്റ് വേറെ ടേമാണ് ടാസ്ക് എൻവയോൺമെൻറ്റ്. ഇപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യനിൽ 2 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് വാട്ട് ഈസ് ടാസ്ക് എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ വാട്ട് മീൻ ബൈ ഓപ്പറേറ്റിംഗ് എൻവയോൺമെൻറ്റ് എന്ന് വെച്ചാൽ എന്ത് ചെയ്താൽ നമ്മൾ മൈക്രോ എൻവയോൺമെൻറ്റ് സെയിം ഡെഫിനിഷൻ തന്നെയാണ് എഴുതേണ്ടത്. ഓക്കെ ആണല്ലോ. നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്ന മൈക്രോ എൻവയോൺമെൻറ്റ് കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിനായിട്ട് 5 കമ്പോണൻസ് അല്ലെങ്കിൽ 5 ഡിവിഷനുള്ളത്. ഒന്നാമത്തത് സപ്ലയേഴ്സ്, രണ്ടാമത്തെ ക്രെഡിറ്റേഴ്സ്, മൂന്നാമത്തെ കോമ്പറ്റീറ്റേഴ്സ്, നാലാമത്തെ കസ്റ്റമേഴ്സ്, അഞ്ചാമത്തെ പബ്ലിക്. സപ്ലയേഴ്സ് ആരാണ്? നമ്മുടെ ബിസിനസ്സിലേക്ക് റോ മെറ്റീരിയൽസും ക്യാപിറ്റൽ ഗുഡ്സ് ഒക്കെ സപ്ലൈ ചെയ്യുന്ന പേഴ്സണെയോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് സപ്ലയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി ക്രെഡിറ്റേഴ്സ് ആരാണ്? നമ്മുടെ ബിസിനസ്സിലേക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കോ അല്ലെങ്കിൽ ഇൻഡിവിജ്വലോ ഏതെങ്കിലും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ നമുക്ക് ഫണ്ട് പ്രൊവൈഡ് ചെയ്ത് ആസ് എ ലോൺ നമുക്ക് ബിസിനസ്സിലേക്ക് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അവർ വിളിക്കുന്ന പേരാണ് ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി കോമ്പറ്റീറ്റേഴ്സ് എന്താണ്? നമ്മളുടെ അതേപോലെ തന്നെ ഗുഡ്സും അല്ലെങ്കിൽ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ സെല് ചെയ്യുന്ന വേറെ കമ്പനികളെ നമ്മൾ കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ അതേ പ്രൊഡക്റ്റ് നിൽക്കും, പക്ഷെ അതിൽ ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും എല്ലാം മാറ്റം വരുത്തി ആയിരിക്കും അവർ ഗുഡ്സ് വിൽക്കുക. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ കമ്പനിയുടെ ടൈറ്റ് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവും, ഒരേപോലെ പ്രൊഡക്ട്സ് വിൽക്കുന്ന, അവർ വിളിക്കുന്ന പേരാണ് കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി നാലാമത്തെയാണ് കസ്റ്റമേഴ്സ്. നമ്മുടെ പ്രൊഡക്റ്റ് ബൈ ചെയ്യുകയോ പർച്ചേസ് ചെയ്യുകയോ യൂസ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ കസ്റ്റമേഴ്സ് എന്ന് പറയും. കസ്റ്റമേഴ്സിൻ്റെ മെയിൻ ഇൻട്രസ്റ്റ് എന്ന് അവർക്ക് ഏറ്റവും നല്ല പ്രൊഡക്റ്റും ഏറ്റവും ക്വാളിറ്റിയോടെ നല്ല പ്രൈസിലൂടെ നല്ല കസ്റ്റമർ റിലേഷൻഷിപ്പും സർവീസൊക്കെയാണ് കസ്റ്റമേഴ്സ് ആഗ്രഹിക്കുന്നത്. ലാസ്റ്റ് വണ്ണാണ് പബ്ലിക്. പബ്ലിക് എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഉൾപ്പെടുന്നുണ്ട്. അവരവിടെ ആഗ്രഹിക്കുന്നത് എന്താണ്? സൊസൈറ്റി. നമുക്കറിയാം പബ്ലിക് എന്ന് പറയുമ്പോൾ സൊസൈറ്റി ഉൾപ്പെടുത്താം. അവിടെ അവർക്ക് വേണ്ടത് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി, നല്ല എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ഓപ്പറേഷൻ വേണം, ഷെയർസിൻ്റെ കാര്യങ്ങൾ, ഇതൊക്കെയാണ് പബ്ലിക്കിലൂടെ നോക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള മൈക്രോ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തതാണ് മാക്രോ എൻവയോൺമെൻറ്റ്. Macro environment refers to uncontrollable external factors that indirectly affect the operation of organization. ഓർഗനൈസേഷനെ ബാധിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൻ്റെ ഓപ്പറേഷനെ ബാധിക്കുന്ന ഒന്ന് തന്നെയാണ് ഈ മാക്രോ എൻവയോൺമെൻറ്റ്. പക്ഷേ എന്താണത്? അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. ഇത് അൺകൺട്രോൾ ആയിട്ടുള്ള എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആയിരിക്കും അത് ഇൻഡയറക്റ്റ്ലേക്ക് നമ്മുടെ ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യുക. അങ്ങനെയുള്ളതിന് വിളിക്കുന്ന പേരാണ് മാക്രോ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി നോക്കാൻ പോകുന്ന മാക്രോ എൻവയോൺമെൻറ്റിൻ്റെ കമ്പോണൻസ് ആണ്. മെയിനായിട്ട് 6 കമ്പോണൻസ് ഉള്ളത്. ഒന്നാമത്തെ സോഷ്യൽ എൻവയോൺമെൻറ്റ്, രണ്ടാമത്തെ ലീഗൽ എൻവയോൺമെൻറ്റ്, മൂന്നാമത്തെ എക്കണോമിക്, നാലാമത്തെ പൊളിറ്റിക്കൽ, അഞ്ചാമത്തെ ടെക്നോളജിക്കൽ, ആറാമത്തെ എക്കോളജിക്കൽ. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മാക്രോ എക്കണോമിൻ്റെ കമ്പോണൻസിൽ വരുന്നത്. സോ ഫസ്റ്റ് വൺ ആണ് സോഷ്യൽ എൻവയോൺമെൻറ്റ്. സോഷ്യൽ എൻവയോൺമെൻറ്റ് എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? നമ്മുടെ രാജ്യത്തിൻ്റെ പോപ്പുലേഷൻ, കൾച്ചർ, മോറൽ വാല്യൂസ്, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ലിറ്ററസി റേറ്റ്, എഡ്യൂക്കേഷൻ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാമാണ് സോഷ്യൽ എൻവയോൺമെൻറ്റ് വരുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ബിസിനസ്സിന് ഹാൻഡിൽ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ അവരെല്ലാം ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ആണ് സോഷ്യൽ എൻവയോൺമെൻറ്റ്. സോഷ്യൽ എൻവയോൺമെൻറ്റ് എന്തൊക്കെ ഇൻക്ലൂഡ് ഉണ്ട്? പോപ്പുലേഷൻ, കൾച്ചർ, മോറൽ വാല്യൂസ്, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ലിറ്ററസി റേറ്റ്, എഡ്യൂക്കേഷൻ എക്സെട്ര. ഇനി അടുത്താണ് ലീഗൽ എൻവയോൺമെൻറ്റ്. നമ്മുടെ ഗവൺമെൻറ് അല്ലെങ്കിൽ നമ്മുടെ കൺട്രീനെ കൺട്രോൾ ചെയ്യുന്ന ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന ലോസും അതേപോലെ റെഗുലേഷൻസും അതെല്ലാമാണ് ലീഗൽ എൻവയോൺമെൻറ്റ് പറയുന്നത്. അപ്പോൾ ലോ അല്ലെങ്കിൽ റൂൾസ് അതൊന്നും ബിസിനസ്സിന് കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല, പക്ഷേ ബിസിനസ്സിനെ അതൊക്കെ എന്ത് ചെയ്യുന്നത് അഫക്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതാണ് രണ്ടാമത്തെ ലീഗൽ എൻവയോൺമെൻറ്റ്. ഇനി മൂന്നാമത്തെയാണ് എക്കണോമിക് എൻവയോൺമെൻറ്റ്. എക്കണോമിക് എൻവയോൺമെൻറ്റ് ഇൻക്ലൂഡ് ആവുന്നതാണ് ഇൻട്രസ്റ്റ് റേറ്റ്, എക്സ്ചേഞ്ച് റേറ്റ്, ഇൻഫ്ലേഷൻ റേറ്റ് എല്ലാം. ഇതെല്ലാം എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? ബിസിനസ് ഡിസിഷൻ അല്ലെങ്കിൽ ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് എക്കണോമിക്കൽ എൻവയോൺമെൻറ്റ്. ഇനി നാലാമത്തെയാണ് പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്.
പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് ഉൾപ്പെടുന്നുണ്ട് പൊളിറ്റിക്കൽ പാർട്ടീസ്, അതേപോലെ തന്നെ ബിസിനസ്സിനോടുള്ള അവരുടെ പോളിസീസ്. ഓരോ പൊളിറ്റിക്കൽ പാർട്ടീസ് ബിസിനസ്സിനെ എങ്ങനെ കാണുന്നു അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റിൻ്റെ കാര്യം. ഇനി അഞ്ചാമത്തെയാണ് ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ്. ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ടെക്നോളജി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കൂടുതൽ ഇന്നോവേഷൻസും റിസർച്ചും ഡെവലപ്മെൻറ്റും. അപ്പോൾ ഓരോ ടെക്നോളജിക്കൽ ചേഞ്ചും ഡെവലപ്മെൻറ്റും എല്ലാം നമ്മുടെ ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് വൺ ആണ് എക്കോളജിക്കൽ എൻവയോൺമെൻറ്റ്. വെച്ചാൽ നമ്മുടെ നാച്ചുറൽ ഫോഴ്സ്. നമുക്കറിയാം റോ മെറ്റീരിയൽസ് എല്ലാം നമ്മൾ കളക്ട് ചെയ്യുന്ന എവിടെ നിന്നാണ്? നമ്മുടെ നേച്ചറിൽ നിന്നാണ് റോ മെറ്റീരിയൽസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ നേച്ചറിനെ നല്ല രീതിയിൽ സേവ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഫ്യൂച്ചറിലേക്ക് കൂടി വേണ്ടി സസ്റ്റെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുക എന്നതൊക്കെയാണ് എക്കോളജിക്കൽ എൻവയോൺമെൻറ്റിൽ മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മാക്രോ എക്കണോമിയിലുള്ളത്. മെയിൻ പ്രത്യേകത എന്താണ്? നമുക്കിതൊന്നും ബിസിനസ്സിന് കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. അതേപോലെ തന്നെ ഇതെല്ലാം ഇൻഡയറക്റ്റ് ആയിട്ടാണ് ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യുന്നത്. ഒന്നാമത്തത് സോഷ്യൽ എൻവയോൺമെൻറ്റ്. സോഷ്യൽ വെച്ച് എന്തൊക്കെയാണ്? കൾച്ചറലും മോറൽ വാല്യൂസും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഒക്കെ ഉൾപ്പെടുത്തുന്നതാണ്. ലീഗൽ എൻവയോൺമെൻറ്റ് നമ്മുടെ രാജ്യത്തിൻ്റെ ലോയും ഓർഡറും കാര്യങ്ങളൊക്കെ. എക്കണോമിക് എൻവയോൺമെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ്, എക്സ്ചേഞ്ച് റേറ്റ്, ഇൻഫ്ലേഷൻ റേറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ പാർട്ടീസും അവരുടെ പോളിസീസും. ടെക്നോളജിക്കൽ എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഉൾപ്പെടുന്നത്? റിസർച്ചും ഡെവലപ്മെൻറ്റും ടെക്നോളജിക്കൽ ചേഞ്ചസ് എല്ലാമാണ്. എക്കോളജിക്കൽ എന്ന് പറയുമ്പോൾ നമ്മുടെ നാച്ചുറൽ റിസോഴ്സസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. സോ ഇതോടെ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിലെ എല്ലാ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ ബിസിനസ് ആൻഡ് എൻവയോൺമെൻറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഒരു വലിയ മൊഡ്യൂൾ തന്നെയാണിത്. അതിൽ ഈ പറഞ്ഞ ടോപ്പിക് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നെക്സ്റ്റ് മൊഡ്യൂൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്